അബ്ദുൽ അസീസ് അഷ്റഫി പാണത്തൂർ അവർകളെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله الواحد الأحد الفرد الصمد لم يلد ولم يولد ولم يكن له كفوا أحد. والصلاة والسلام على أشرف المرسلين وآله الفائزين وأصحابه العادلين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. لا حول ولا قوة إلا بالله. لا حول ولا قوة إلا بالله. لا حول ولا قوة إلا بالله. لا حول ولا قوة إلا بالله العلي العظيم. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله العلي العظيم. قال سيدنا وحبيبنا وشفيعنا ومحبوبنا ومعشوقنا محمد صلى الله عليه وسلم: خير الناس من ينفع الناس، له وجه الهلال لنصف شهري وأجفان مكحلة بسحري، وعند الابتسام كليل بدري، وعند الانتقام كيوم بدري. കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല
മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥാ. വഅലമു യാ ഉമ്മത്ത മുഹമ്മദ്. ഏറ്റവും സ്നേഹവും ആദരവുമുള്ള ഈ മഹനീയമായ പരിപാടിയിൽ ഉദ്ഘാടന പ്രഭാഷണം ചെയ്ത ബഹുമാനപ്പെട്ട ഏറെ സ്നേഹനിധിയായ ഷറഫുദ്ദീൻ തങ്ങളവർകളെ, വേദിയിലുള്ള പ്രഗത്ഭരായ ഉലമാക്കൾ, ഉമറാക്കൾ, എൻ്റെ മുമ്പിലുള്ള നല്ലവരായ വിശ്വാസികൾ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന വിശ്വാസിനികൾ, സർവജ്ഞനും സർവാധിപതിയും സർവലോകം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഇവിടെ എത്താനും നിങ്ങളുമായി അഭിമുഖീകരിക്കുവാനും തൗഫീഖ് ലഭിച്ചതിൽ ജല്ല ജലാലായ അലീമായ കാരുണ്യവാനായ ജഗന്നിയന്താവായ കരുണാക്കടലായ കൃപാലുവായ അള്ളാഹുവിന് അഖില സ്തുതികളും അർപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. നല്ലത് പറയുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും നമുക്കും നാമുമായി ബന്ധപ്പെടുന്നവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വിശുദ്ധമായ ഇസ്ലാമിൻ്റെ വീതിയിൽ ജീവിച്ച പണ്ഡിത ശ്രേഷ്ഠർ, മഹല്ലിൻ്റെ പൂർവോപരി വിജയത്തിന് വേണ്ടി, ഐക്യത്തിന് വേണ്ടി പട്ടുനൂലിൽ കോർത്തിണക്കപ്പെട്ട മുത്തുകളെപ്പോലെ ഏകോദര സഹോദരന്മാരായി ജീവിക്കാൻ വേണ്ടി ഏറെ കഷ്ടപ്പെട്ട നമ്മുടെ പൂർവികന്മാർ, അവർ മണ്ണറയിലാണ്. അള്ളാഹു അവരുടെ മണ്ണറകൾ നീ മണിയറകളാക്കി കൊടുക്കണേ അള്ളാഹ് എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുമ്പോൾ ഈ സ്നേഹവും ഈ ബന്ധവും ഈ നന്മയും അള്ളാഹുവെ എപ്പോഴും നിലനിർത്തി മഹല്ലിൻ്റെ പുരോഗതിക്ക് വേണ്ടി, നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഒറ്റക്കെട്ടായി മുൻപോട്ട് നീങ്ങാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട വിശ്വാസികളെ, എൻ്റെ പ്രഭാഷണത്തിന് ശേഷം തഖ്വയിൽ ചാലിച്ചെടുത്ത ഭക്തിനിർഭരമായ പ്രാർത്ഥനക്ക് ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് തങ്ങളവർകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് തങ്ങൾ ഈ സദസ്സിലേക്ക് കടന്നു വരുന്നത് വരെ ഒരൽപ്പം സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഇസ്ലാമിൽ ഏറ്റവും പുണ്യമുള്ളൊരു വിഷയമാണ് ബന്ധങ്ങൾ നിലനിർത്തുക എന്നുള്ളത്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ബന്ധങ്ങൾക്ക് പകരം ബന്ധനങ്ങളാണ്. പരസ്പരം തിരിച്ചറിയാത്തൊരു ലോകത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത്. നൊന്തുപെറ്റ ഉമ്മയെപ്പോലും തിരിച്ചറിയാത്ത മക്കൾ, ഭർത്താവും ഭാര്യയും അല്ലെങ്കിൽ ഇണയും തുണയും തമ്മിൽ കുറേ വർഷങ്ങൾ അകന്നു കഴിയേണ്ടി വരുന്ന പരിതാപകരമായ ചുറ്റുപാട്, സഹോദരനും സഹോദരിയും ആത്മീയമായി അല്ലെങ്കിൽ ഒരു മാനസികമായ ബന്ധം നിലനിൽക്കാത്തൊരു കാലഘട്ടത്തിൽ എല്ലാ ബഹുമാനങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ അണുകുടുംബമായി മാറുന്ന, ന്യൂക്ലിയറായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. സ്വാർത്ഥ താല്പര്യങ്ങളുടെ, സങ്കുചിത മനോഭാവങ്ങളുടെ ലോകത്ത് ജീവിക്കുമ്പോൾ ഇന്ന് മനുഷ്യന് ഏറെ ബന്ധപ്പെടാനുള്ള സംവിധാനങ്ങളും സാഹചര്യമുള്ള ലോകത്താണ് ഇന്ന് നമ്മളുള്ളത്. പഴയ കാലഘട്ടത്തിൽ ഒരു മരണവാർത്ത അറിയണമെങ്കിൽ
ചിലപ്പോൾ ഉമ്മ മരണപ്പെട്ടത് മകൻ അറിയണമെങ്കിൽ മാസങ്ങൾ കഴിയും, ചിലപ്പോൾ വർഷങ്ങൾ കഴിയും. അതുപോലെ മകൻ മരണപ്പെട്ടത് ഉമ്മയറിയാൻ വൈകും. കാരണം നിമിഷ നേരം കൊണ്ട് നമ്മുടെ വോയിസുകൾ എത്രയോ കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് എത്താനുള്ള ആധുനിക സംവിധാനമില്ലാത്ത പഴയ കാലഘട്ടത്തിൽ ഇന്ന് വളർന്നു വരുന്ന മക്കൾക്ക് അപരിചിതമായി കൊണ്ടിരിക്കുന്ന ലെറ്ററുകൾ, കത്തുകൾ. ആ കത്തുകളിൽ സുഖവിവരങ്ങൾ എഴുതി ഭർത്താവ് ഭാര്യക്കും ഭാര്യ ഭർത്താവിനും എഴുതി, ഭർത്താവിന്റെ കത്ത് വരാൻ കാത്തുനിന്ന ഭാര്യയും ഭാര്യയുടെ കത്ത് വരാൻ കാത്തുനിന്ന ഭർത്താവും. അങ്ങനെ ഒരു സന്തോഷത്തോടുകൂടെ കത്തുകൾ പൊട്ടിച്ചു വായിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് നിമിഷ നേരം കൊണ്ട് എത്ര കിലോമീറ്റർ അപ്പുറമുള്ള ഉമ്മയായാലും ഉപ്പയായാലും മക്കളായാലും വളരെ ലൈവായി കാണാൻ കഴിയുന്ന സംവിധാനമുള്ള ആധുനിക യുഗത്തിലാണ് നമ്മൾ ജീവിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇവിടുന്ന് വഅദ് പറയുമ്പോൾ അത് ലൈവായി ഏത് മുക്കുമൂലയിൽ ഇരുന്നുകൊണ്ട് കാണാനുള്ള ആധുനിക സംവിധാനങ്ങളുള്ള യുഗത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പഴയ കാലഘട്ടത്തിൽ എവിടെയെങ്കിലും പ്രഭാഷണങ്ങൾ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ മണിക്കൂറുകളോളം നടന്നുവന്ന് കാൽനടയായി നടന്നുവന്ന് ക്ഷീണിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ വഅദ് കേട്ടിരുന്നൊരു കാലം അതെല്ലാം ഇന്ന് പോയി. ഇന്ന് വിലപിടിപ്പുള്ള മൊബൈലുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഏറ്റവും വലിയ കമ്മ്യൂണിക്കേഷൻ നടത്താൻ കഴിയുന്ന സംവിധാനമുണ്ടായിട്ടും ഇന്നും മനുഷ്യൻ ചുരുങ്ങിയത് ബന്ധങ്ങളിലാണ്. പരസ്പരം തിരിച്ചറിയാത്ത യുഗം. മയക്കുമരുന്നിന്റെയും ലഹരികളുടെയും അടിമകളായി MDMA എന്ന് പറയുന്ന മനുഷ്യനെ മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി തകർത്തുകൊണ്ടിരിക്കുന്ന ലഹരികളുടെ അടിമകളായി ലഹരി തലക്ക് പിടിക്കുമ്പോൾ സ്വന്തം ഉമ്മയെന്ന് പോലും നോക്കാതെ, പെങ്ങളെന്ന് പോലും നോക്കാതെ തന്റെ ചീറിയെടുക്കുന്ന ലൈംഗിക വികാരത്തിന് ശമനം വരുത്താൻ വേണ്ടി അത് പെങ്ങളായാലും ഉമ്മയായാലും തന്റെ വികാരം ശമിപ്പിച്ചാൽ മതിയെന്ന് ആലോചിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുക്കുമൂലകളിൽ വിദ്യാഭ്യാസത്തിന്റെ പേര് പറഞ്ഞ് ഇഷ്ടം പോലെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുണ്ടായിട്ട് മുക്കുമൂലകളിൽ പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ മനുഷ്യന്റെ ജ്ഞാനം നുകർന്നു തരാൻ കഴിയുന്ന ആധുനിക ടെക്നോളജിയുടെ യുഗത്തിൽ ജീവിക്കുന്നുണ്ടായിട്ടും എന്തുകൊണ്ട് പഴയ കാലത്ത് ഈ ടെക്നോളജി ഇല്ല? പഴയ കാലഘട്ടത്തിൽ ഈ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് രൂഢമൂലമായ മനസ്സിന്റെ അകത്ത് വിശ്വാസങ്ങളും ബന്ധങ്ങളും സ്നേഹങ്ങളും ഉണ്ടായിരുന്നു. ഇന്നതെല്ലാം പോയി. വീട്ടിലേക്ക് കയറി വരുന്ന പ്രിയപ്പെട്ട ബാപ്പയെ മൈൻഡ് ചെയ്യാൻ അറിയാത്ത മക്കൾ, വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താവിനെ തിരിഞ്ഞു നോക്കാത്ത ഭാര്യ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സ്നേഹങ്ങളും ബന്ധങ്ങളും കബറടക്കം ചെയ്യപ്പെട്ട് ലോകത്ത് ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വിജയങ്ങളും ഏറ്റവും വലിയ പുരോഗതിയും അത് ബന്ധങ്ങളായിരിക്കണം. ആ ബന്ധങ്ങൾ സഹാബാക്കൾക്കുണ്ടായിരുന്നു. യുദ്ധവേളയിൽ മുറിവേറ്റ് കിടക്കുന്ന സഹാബിയുടെ ചാരത്തേക്ക് വെള്ളം കൊണ്ടുപോയവർ. നമുക്കറിയാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യുദ്ധക്കളത്തിൽ 3 സഹാബാക്കൾ പിടയുമ്പോ യുദ്ധക്കളത്തിൽ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി അടർക്കളത്തിൽ അടരാടി ചോര ചീന്തിക്കൊണ്ട് പിടയുന്ന സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സഹാബിയുടെ പരിതാപകരമായ അവസ്ഥ കണ്ടിട്ട് വെള്ളവും കൊണ്ടുപോയ സഹാബി, ആ സഹാബി വെള്ളം കൊണ്ടുപോയിട്ട് ചോരയിൽ കുളിച്ചു കിടക്കുന്ന സഹാബിയുടെ ചുണ്ടത്തേക്ക് വെള്ളത്തിന്റെ പാത്രം അടുപ്പിക്കാൻ ഒരുങ്ങുമ്പോ ജീവൻ മരണ പോരാട്ടം നടത്തുന്ന സഹാബി ചിന്തിക്കുന്നത്, എന്റെ കൂടെ ഇതുപോലെ വീരേതിഹാസം സൃഷ്ടിക്കുന്ന ചോരയിൽ കുളിച്ചു കിടക്കുന്ന സഹാബിയുടെ അവസ്ഥ എന്താ? അതുകൊണ്ട് ചുണ്ടിലേക്ക് വെള്ളം അടുപ്പിക്കാൻ വേണ്ടി വന്ന സഹാബിയോട് നേരെ ഇശാറത്ത് ചെയ്തുകൊണ്ട് കൈകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് അപ്പുറമുള്ള സഹാബിക്ക് വെള്ളം കൊടുക്കണേ എന്ന് പറയുമ്പോ ആ വെള്ളപ്പാത്രമായി വന്ന സഹാബി പിടയുന്ന മറ്റൊരു സഹാബിയുടെ ചുണ്ടിലേക്ക് വെള്ളം വെക്കാനൊരുങ്ങുമ്പോ തന്റെ ഇപ്പുറത്തെ വേദന കൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് ജീവൻ മരണ പോരാട്ടം നടത്തുന്ന സഹാബിയെ കണ്ടപ്പോ
എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വെള്ളം കുടിക്കാതെ ഞാൻ എങ്ങനെയാ വെള്ളം കുടിക്കുക എന്ന് കരുതിയിട്ട് മൂന്നാമത്തെ സഹാബിയുടെ അടുക്കലേക്ക് ജീവൻ മരണ പോരാട്ടം നടത്തുമ്പോ ചോരയിൽ കുളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി അടർക്കളത്തിൽ അടരാടിക്കൊണ്ടിരിക്കുമ്പോ അള്ളാന്റെ ദീനിന് വേണ്ടി മുറിവേറ്റുകൊണ്ട് ഭൂമിയുമായി ടച്ച് ചെയ്തുകൊണ്ട് കിടക്കുമ്പോ മൂന്നാമത്തെ സഹാബിയുടെ ചാരത്തേക്ക് വെള്ളം കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ചിന്തിക്കണം. ആ മൂന്നാമത്തെ സഹാബി പറയുന്നത് ആദ്യത്തെ സഹാബിക്ക് വെള്ളം കൊടുത്തോ? പറയാൻ കഴിയാതെ ആംഗ്യം കാണിച്ച് ആദ്യം ഏത് സഹാബിന്റെ അടുക്കലാണോ വെള്ളം കൊണ്ടുപോയത് ആ സഹാബിന്റെ അടുക്കലേക്ക് പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സഹാബി ലോകത്തോട് വിട പറഞ്ഞു പോയിരുന്നു. എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രയാസത്തിനേക്കാളും വലിയ പ്രയാസം എൻ്റെ സഹോദരന്റെ പ്രയാസമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് വീടുകളുണ്ട്, ഏക്കർ കണക്കിന് സ്ഥലങ്ങളുണ്ട്, അയൽവാസികൾ തമ്മിൽ ബന്ധങ്ങളില്ല, കുടുംബക്കാര് തമ്മിൽ ബന്ധങ്ങളില്ലാത്ത ലോകത്ത് ജീവിക്കുമ്പോ എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാണ് നമ്മൾ പിണക്കത്തിന്റെ ലോകത്ത്, എന്തിനാ നമ്മൾ വെറുപ്പിന്റെ ലോകത്ത് ജീവിക്കുന്നത്, എന്തിനാ നമ്മൾ വൈരാഗ്യത്തിന്റെ വിദ്വേഷത്തിന്റെ ലോകത്ത് ജീവിക്കുമ്പോ എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു നൽകി സുന്ദരമായ കണ്ണുണ്ടല്ലോ, ഈ കണ്ണ് അല്ലാഹു തന്നത് കൊണ്ടല്ലേ അല്ലാഹു സൃഷ്ടിച്ച ആകാശത്തെ കാണാൻ കഴിഞ്ഞത്, പർവ്വതത്തെ കാണാൻ കഴിഞ്ഞത്, ഭൂമിയെ കാണാൻ കഴിഞ്ഞത്, തെരയിട്ടടിച്ച് കരയുന്ന കടലിന്റെ തരൽമാലകളെ കാണാൻ കഴിഞ്ഞതെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, കാഴ്ചയെങ്ങാനും അല്ലാഹു എടുത്തു മാറ്റിയാൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഹൈ പ്രഷർ വന്നെന്ന് സങ്കല്പിക്കുക. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. നിങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ, വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങളും ഞാനും അന്ധന്മാരായിരുന്നില്ല. നമ്മുടെ വീട്ടിൽ നിന്നിറങ്ങുമ്പോ ഭാര്യയെ കാണാൻ, മക്കളെ കാണാൻ, ഉമ്മയെ കാണാൻ, ഉപ്പയെ കാണാൻ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. കണ്ണിന് നല്ല പവറുള്ളത് കൊണ്ടാണ് നാം വണ്ടി ഓട്ടിയിട്ട് ഇങ്ങോട്ട് വന്നത്. നമ്മുടെ കയ്യാരും പിടിച്ചിട്ടില്ല, കാരണം അല്ലാഹു കണ്ണിന് കാഴ്ച തന്നിട്ടുണ്ടല്ലോ. പെട്ടെന്ന് കണ്ണിന്റെ കാഴ്ച പോകുന്നവരില്ലേ, പെട്ടെന്ന് നാവ് നിശ്ചലമാകുന്നവരില്ലേ, പെട്ടെന്ന് സ്ട്രോക്ക് വന്നു പോകുന്നവരില്ലേ, പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നവരില്ലേ, പെട്ടെന്ന് ബെൽസ് പൾസി എന്ന് പറയുന്ന ചുണ്ട് ചെരിഞ്ഞു പോകുന്ന രോഗങ്ങൾ കടന്നു വരാറില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊക്കെ സംഭവിച്ചാലുള്ള അവസ്ഥകളൊന്ന് നിങ്ങൾ ചിന്തിക്ക്. പിന്നെ എന്തിനാണ് ഈ തുച്ഛമായ നൈമികമായ നശ്വരമായ നൊടിയുടെ തകർന്നു പോകുന്ന ഈ ദുന്യാവില് ആർക്ക് വേണ്ടിയാണ് നമ്മൾ പകവെച്ച് ജീവിക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പിണങ്ങിയിട്ട് ജീവിക്കുന്നതെങ്കിൽ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് നമ്മുടെ കണ്ണിന്റെ കാഴ്ചയെങ്ങാനും അല്ലാഹു എടുത്തു മാറ്റിയാൽ പിന്നെ നിന്റെ എല്ലാ അഹങ്കാരങ്ങൾ കടിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഇന്ന് ജീവിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ട്. ആകാശത്തിന്റെ അനന്തവിഹായുസിലൂടെ പറന്നു പോകുന്ന വിമാനങ്ങളും, എൻ്റെ പ്രിയപ്പെട്ടവരെ, സമുദ്രത്തിന്റെ ആഴിയിലൂടെ ഊളിയിട്ട് നീങ്ങുന്ന അതേ തുയിക്കപ്പലുകളും സൂചിക്കപ്പലുകളുമുള്ള ഈ കാലഘട്ടത്തിൽ ഇന്ന് ശാസ്ത്രം പുരോഗമിച്ച് എവിടെ എത്തുന്നറിയുമോ? എന്ന് പറയുന്ന റോബോട്ടുകളുടെ കാലത്താ ജീവിക്കുന്നതെങ്കിൽ കൃത്രിമ ബുദ്ധി കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇന്ന് ശാസ്ത്രം. കൃത്രിമ തലച്ചോറുകൾ ഇന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചതെങ്കിൽ ഇനി ഒരു 19 വർഷം കഴിഞ്ഞാൽ, ഒരു 10-70 വർഷം കഴിഞ്ഞാൽ ആരുടെ കയ്യിലും മൊബൈലല്ല ഉണ്ടാകുന്നത്. കാരണം യന്ത്ര മനുഷ്യനുകളാണ്, റോബോട്ടുകളാണ്. ഈ സംവിധാനമുള്ള കൃത്രിമമായി കൊണ്ട് സംസാരിക്കാൻ കഴിയുന്ന, കൂടെ കൊണ്ടുപോകാൻ കഴിയുന്ന, നമ്മുടെ ഖാദിമായിട്ടുണ്ടാകും, നമ്മുടെ വീട് അടിച്ചു വരാൻ കഴിയുന്ന, നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചെത്തിയാൽ വീട്ടിൽ നടന്ന എല്ലാ സംഭവങ്ങളും പറയാൻ കഴിയുന്ന രൂപത്തില്
ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിലപിടിപ്പുള്ള മൊബൈലാ നമ്മുടെ കൂടെയുള്ളതെങ്കിൽ കുറച്ചു കഴിഞ്ഞാൽ ലക്ഷങ്ങളും കോടികളും മുടക്കിയിട്ട് ചൈനക്കാരനുണ്ടാക്കുന്ന റോബോട്ടുകളുണ്ടല്ലോ, അതാണ് മനുഷ്യന്റെ കയ്യിലുണ്ടാകുന്നതെങ്കിൽ അങ്ങനെയുള്ള കാലം ഒന്ന് വ്യാപകമായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സംസ്കാരങ്ങൾ ഉണ്ടാകില്ല, പിന്നെ ഇവിടെ ധാർമ്മികതയുണ്ടാകില്ല, പിന്നെ ഇവിടെ പ്രിയപ്പെട്ടവരെ മനുഷ്യന്മാര് ജോലി ചെയ്യാനുണ്ടാകില്ല. അവന് ജോലിക്ക് പകരം അവന്റെ യന്ത്രം ജോലി ചെയ്യുകയാ. പിന്നെ എന്തിനു പറയുന്നു പ്രിയപ്പെട്ടവരെ, ഒരു പെണ്ണിനെ പോലും കല്യാണം കഴിക്കേണ്ട അവസ്ഥ വരാതെ റോബോട്ടുകളിലൂടെ പെണ്ണിനെ സൃഷ്ടിച്ചുകൊണ്ട് തൻ്റെ ഭാര്യയെക്കാളും വെല്ലുന്ന സൗന്ദര്യം, കൃത്രിമ സൗന്ദര്യങ്ങൾ ഉണ്ടാക്കി കൂടെ കൊണ്ടുപോകാനും കൂടെ കൈപിടിക്കാനും അതേ യന്ത്രമനുഷ്യനുള്ളൊരു ലോകം കടന്നു വരുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ. ഇങ്ങനെ കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ പരസ്പരം സ്നേഹത്തിൻ്റെയോ ഐക്യത്തിൻ്റെയോ സംസാരങ്ങൾ ഉണ്ടാകില്ല. സനാതന മൂല്യങ്ങളും ധാർമ്മികതയും സദാചാരങ്ങളും എല്ലാം തകർന്നു പോകുന്നൊരു കാലഘട്ടം കടന്നു വരാനിരിക്കുമ്പോ എൻ്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത്, പെട്ടെന്ന് അള്ളാഹു നമ്മുടെ എല്ലാം എടുത്തു കളഞ്ഞാൽ പിന്നെ നമുക്ക് ആരും തിരിച്ചു തരാനില്ലെങ്കിൽ നമ്മൾ ഈ ദുന്യാവിൽ നിന്ന് വിട പറഞ്ഞു പോയാൽ ഒന്ന് ചിന്തിക്കണേ പ്രിയപ്പെട്ടവര്. നിങ്ങളുടെയൊക്കെ പോക്കറ്റുകൾ, ഇന്ന് വസ്ത്രങ്ങൾക്ക് പോക്കറ്റുകളുണ്ട്, പക്ഷേ മരണപ്പെട്ടുകൊണ്ട് പോക്കറ്റില്ലാത്ത കഫംപുടയുണ്ടല്ലോ. അത് പെണ്ണിനായാലും ആണിനായാലും വെള്ള കഫംപുടയിൽ നമ്മളെ പൊതിയുമ്പോൾ, പെണ്ണേ നിന്റെ കഫംപുടയിൽ പോക്കറ്റില്ലടി, എടാ ചെറുക്കാ നിന്റെ കഫംപുടയിൽ പോക്കറ്റില്ല. നമ്മ കബറിലേക്ക് കൊണ്ടുപോയിട്ട് കബറിൽ കിടത്തിക്കഴിഞ്ഞാൽ അവിടെ അലമാറകളില്ല, അവിടെ സെൽഫുകളില്ല. നമ്മളവിടെ കടത്തുന്നൊരു സമയം കടന്നു വരുമെന്നുള്ള ചിന്തകൾ നഷ്ടപ്പെട്ടു പോകുന്ന ആധുനിക നൂറ്റാണ്ടിലെ മുസ്ലിമെ, ജീവിക്കാനും സന്തോഷിക്കാനും പളപളപ്പിന്റെ ജീവിതം നയിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇന്ന് ഇഷ്ടം പോലെ വീടുകളിൽ വാഹനങ്ങളുണ്ട്, ശീതീകരിച്ച റൂമുകളുണ്ട്, അതേ ഡൈനിങ് ടേബിളുകൾ ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങുന്നുണ്ട്. പക്ഷെ ഇന്ന് മരവിച്ചു പോയത്, അസ്തമിച്ചു പോയത്, പരസ്പരമുള്ള ബന്ധങ്ങളും സ്നേഹങ്ങളും തകർന്നു പോയിട്ടുണ്ടെങ്കിൽ കാർന്നവന് മരിയോ, അതുപോലെ തന്നെ മരുമകന് കാർന്നവനോട് വിലയില്ലാത്ത കാലമാ. ഉപ്പാന്റെ മുഖത്ത് നോക്കിയിട്ട് ചീത്ത വിളിക്കുകയും ഉപ്പാന്റെ ശരീരത്തിലേക്ക് ചവിട്ടുന്ന കാലമാ. 9.5 മാസക്കാലം വയറ്റിലിട്ട പ്രിയപ്പെട്ട ഉമ്മായുടെ വയറ്റിലേക്ക് ചവിട്ടുന്ന കാലമാ. അതുകൊണ്ടല്ല അള്ളാന്റെ റസൂൽ 14 മുമ്പ് ഖിയാമത്ത് നാളിന്റെ ഒരുപാട് അടയാളങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ അള്ളാന്റെ റസൂൽ ഒരുപാട് ഖിയാമത്ത് നാളിന്റെ അടയാളം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് പഠിപ്പിച്ചില്ലേ, വഅക്ക ഉമ്മഹു, ഉമ്മാനെ വെറുപ്പിക്കുന്ന കാലം വന്നാൽ ആരടാ നിന്റെ ചുണ്ടില് ഭക്ഷണം വെച്ച് തന്നത്, ആരാ നിന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചത്, ആരാ നിന്റെ മുഖത്ത് തുരുതുരാ ചുംബനം നൽകിയത്, ആരാ നിന്റെ കൈ പിടിച്ചുകൊണ്ട് നിന്നെ എഴുന്നേൽപ്പിച്ച് പിച്ച വെക്കാൻ പഠിപ്പിച്ചത് ആരാ? അത് നിന്റെ ഉമ്മയാണെങ്കിൽ നീ നല്ല ആരോഗ്യമുള്ളവനും കായിക ബലമുള്ളവനുമായി മാറുമ്പോ ഉമ്മാക്ക് കൈകൾ പൊക്കാൻ പറ്റുന്നില്ല, ഉമ്മാക്ക് കൈകൾ തട്ടാൻ പറ്റാത്തൊരവസ്ഥ കടന്നു വരുമ്പോ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മാനെ വെറുക്കുന്നൊരു കാലം കടന്നു വരൂ. നൊന്ത് പറ്റ ഉമ്മാന്റെ കഴുത്തിൽ കത്തിവച്ചത് 25 വയസ്സുള്ള ആശിക്കുന്ന ലഹരിക്കടിമയായ മകനാണെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് വന്നത് ഉമ്മാന്റെ ചുണ്ടിൽ മധുരം കൊടുക്കാനല്ല, ബാംഗ്ലൂരിൽ നിന്ന് വന്നത് ട്യൂമർ കൊണ്ട് പിടയുന്ന സുമയ എന്ന പേരുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ, അടിവാരത്തുള്ള 52 വയസ്സുള്ള പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങൾക്ക് രോഗമാണോ ഉമ്മ? നിങ്ങൾക്ക് തലവേദനയാണോ ഉമ്മ? ആ ഉമ്മയുടെ അമ്മിഞ്ഞിപ്പാല് കുടിച്ചിട്ടല്ലടാ നിന്റെ കണ്ണിന് പവർ വന്നത്. ആ ഉമ്മാന്റെ അമ്മിഞ്ഞിപ്പാല് കുടിച്ചിട്ടല്ലേ നിന്റെ കൈകൾക്ക് ബലം ഉണ്ടായത്. ആ ഉമ്മാന്റെ അമ്മിഞ്ഞിപ്പാല് കുടിച്ചിട്ടല്ലേ നിന്റെ മുഖത്ത് സൗന്ദര്യമുണ്ടായത്. ആ ഉമ്മാനെ ബാംഗ്ലൂരിൽ നിന്ന് കാണാൻ വന്നത് എൻ്റെ പ്രിയപ്പെട്ടവര് ഉമ്മാന്റെ മുഖത്ത് ചുംബനം മറപ്പിക്കാനല്ല. ഉമ്മ നിങ്ങൾ രോഗിയാണ്, ഉമ്മ നിങ്ങൾ ഭയപ്പെടേണ്ട, ഉമ്മ നിങ്ങളെ കൂടെ ഞാനുണ്ട്
ഉണ്ടല്ലോ എന്ന് പറയാനല്ല. പ്രിയപ്പെട്ടവരെ, സ്വത്ത് വിൽക്കാത്തതിന്റെ പേരില് ആ സ്വത്ത് വിറ്റുകൊണ്ട് ആ പണം കൊണ്ട് ബാംഗ്ലൂരിന്റെ തെരുവോരങ്ങളിലെ ഗുണ്ടയായി തെരുവ് തണ്ടിയായി ജീവിക്കാനുള്ള അവകാശം ഉമ്മ കൊടുക്കാത്തതിന്റെ പേരില് എൻ്റെ പ്രിയപ്പെട്ടവരെ, കലിതുള്ളി ലഹരിക്കടിമയായി കടന്നു വന്ന 25 വയസ്സുകാരൻ ആ പ്രിയപ്പെട്ട ഉമ്മാന്റെ കഴുത്തിലേക്ക് മൂർച്ചയുള്ള കത്തി വെക്കുമ്പോ ഉമ്മാന്റെ കഴുത്തിൽ നിന്ന് ഒഴുകുന്ന ചുടുചോരയുണ്ടല്ലോ, ആ ചുടുചോര കാണുമ്പോൾ പോലും വിനയത്തിന്റെ അംശം പോലുമില്ലാതെ ഭൂമിക്ക് ഭാരമായ ആശിക്ക്, സമൂഹത്തിന് ഭാരമായ ആശിക്ക്, രാജ്യത്തിന് ഭാരമായ ആശിക്ക്, അതേ മാതൃത്വത്തിന്റെ നൊമ്പരത്തെ കുറിച്ചറിയാത്ത, മാതൃത്വത്തിന്റെ സ്നേഹത്തെ കുറിച്ചറിയാത്ത, ലഹരിയുടെ ബന്ധം മാത്രം മറയുന്ന ചെറുപ്പക്കാരന്റെ മുമ്പിൽ ഒരു ഉമ്മയാ കേരളത്തിൽ പിടഞ്ഞു മരിച്ചതെങ്കിൽ, ഇങ്ങനത്തെ എത്രയെത്ര സംഭവങ്ങളാ നമുക്ക് കേൾക്കാൻ കഴിയുന്നതെങ്കിൽ, ഈ ബാപ്പാലിപ്പൊനത്തെ എൻ്റെ പ്രഭാഷണം കേൾക്കുന്ന ചെറുപ്പക്കാര്, എൻ്റെ വയല് കേൾക്കുന്ന ഉമ്മമാരെ, ഉപ്പമാരെ, ഈ സമയത്ത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എല്ലാം ഉണ്ടായിട്ടെന്താ? ബന്ധങ്ങളറിയാത്ത മക്കളാ, സ്നേഹങ്ങളറിയാത്ത മക്കളാ. ആ പ്രിയപ്പെട്ട ഉമ്മാന്റെ ചാരത്ത് വന്നിട്ട് ഉമ്മായൊന്ന് നീട്ടി വിളിച്ചിരുന്നെങ്കിൽ ഒരു വശം ഉമ്മാന്റെ രോഗങ്ങൾ സഫയാകുമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, ബന്ധങ്ങളെല്ലാം കബറടക്കം ചെയ്യപ്പെടുമ്പോ എന്തിനാണ് നമ്മൾ മുതലിന്റെ പേരിൽ പരസ്പരം മത്സരിക്കുന്നത്? എന്തിനാ നമ്മൾ സ്വത്തിന്റെ പേരിൽ തമ്മിൽ തല്ലുന്നത്? ചേട്ടനും അനുജനും പിണക്കത്തില, അനുജനും ചേട്ടനും പിണക്കത്തില. നിസാരമായ സംഗതികൾക്ക് വേണ്ടി പിണങ്ങി നിൽക്കുമ്പോ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയുമോ, നമ്മൾ അള്ളാഹുവിന്റെ പള്ളിയിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കുകയാ. നിസ്കരിക്കുമ്പോൾ നമ്മൾ സഫ് സഫായി നിൽക്കുമ്പോൾ അവിടെ പിണങ്ങിയവനോ ഇണങ്ങിയവനോ എന്നില്ലാതെ തോളോട് തോളുരുമ്പിയിട്ട് നിന്നത് ആർക്ക് വേണ്ടി? നിസ്കരിക്കാനായി കാണുന്ന അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ച അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവര്, ഒരേ ഒരു അള്ളാഹുവിന്റെ മുമ്പിലാ നമ്മൾ നിൽക്കുന്നുള്ളതെങ്കിൽ, നമ്മളെല്ലാം ഒന്നിച്ച ആമീൻ പറയുന്നതെങ്കിൽ, ഒരേ ഒരു ഇമാമിന്റെ പിന്നിലാ നമ്മൾ നിൽക്കുന്നതെങ്കിൽ, ഒരേ ഒരു ഖിബലയിലേക്കാ നമ്മൾ തിരിഞ്ഞിരിക്കുന്നതെങ്കിൽ, ഖിബലയിലേക്കാ നമ്മൾ നിൽക്കുന്നുള്ളതെങ്കിൽ, ഖിബലയാണ് നമ്മൾ നേരിടിക്കുന്നതെങ്കിൽ, ഒരേ ഒരു ഹൗളാ നമ്മൾ വുദൂ ചെയ്യുന്നതെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം. പള്ളിയിൽ 50 പേര് വന്നാലും 100 പേര് വന്നാലും 150 പേര് വന്നാൽ ഒരേ ഒരു ഇമാമിന്റെ പിന്നിൽ അണിനിരക്കുമ്പോ എന്തിനാ ഇങ്ങനെ അണിനിരത്തിച്ചത്? മാനസികമായ ബന്ധങ്ങളാ വലുത്, സ്നേഹങ്ങളാ വലുത്. എൻ്റെ പ്രിയപ്പെട്ടവര്, നിന്നെ പിണങ്ങിയവനെ കൊണ്ടുപോയ മയ്യത്തും കെട്ടിലുണ്ടല്ലോ, അവന്റെ തൊട്ടടുത്ത് നിൽക്കാൻ നിനക്ക് മനസ്സില്ല. വുളൂ ചെയ്തിട്ട് പടച്ചോന്റെ പള്ളിയിലേക്ക് ഓടി വരുമ്പോ ഒരു റക്അത്ത് എനിക്ക് നഷ്ടപ്പെട്ടുകൂടാ. മൻ അദ്റക റക്അ മൻ അദ്റക റുകൂഅ ഫഖദ് അദ്റക റക്അ. ആർക്കെങ്കിലും ഒരു റുകൂ കിട്ടിയാൽ അവന് റക്അത്ത് കിട്ടിയെന്നല്ലേ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതെങ്കിൽ ഓടിയിട്ട് വരികയാണ്. അതേ, എൻ്റെ നിസ്കാരം ജമാഅത്ത് നഷ്ടപ്പെടരുതെന്ന് കരുതിയിട്ട് ഓടിയിട്ട് വരുമ്പോഴ് ഇപ്പുറത്തുള്ളത് പിണങ്ങിയവനാണ്. അവനുമായിട്ട് 1 മാസം പിണക്കത്തില, അവനുമായിക്കൊണ്ട് അതേ 1 വർഷം പിണക്കത്തില. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിണങ്ങിയവന്റെ അടുക്കൽ ഞാൻ എങ്ങനെയാ നിൽക്കലെന്ന് കരുതിയിട്ട് പ്രിയപ്പെട്ടവരെ പിറകോട്ട് മാറി നിൽക്കുമ്പോൾ നിനക്ക് ആ റുകൂ നഷ്ടപ്പെടുകയാണ് എങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, അള്ളാഹു നൽകി കണ്ണിന്റെ ശക്തി എങ്ങാനും പടച്ചവൻ എടുത്തു കളയുന്നൊരു സമയമുണ്ട്. ഈ ചുണ്ടുകൾ പൂടുന്നൊരു സമയമുണ്ട്. നിന്റെ കൈയുടെ ഫലങ്ങളെല്ലാം നഷ്ടപ്പെടുന്നൊരു സമയമുണ്ട്. അങ്ങനെ ചേതനയറ്റ ശരീരമായി നീ കിടക്കുമ്പോൾ
പിണങ്ങിയവന്റെ മയ്യത്തും കട്ടിലിൽ ഞാൻ കിടക്കൂല എന്ന് പറയാൻ നിനക്ക് പറ്റൂല. അതേ പിണങ്ങിയവനെ മറവ് ചെയ്തിരിക്കുന്ന ഖബർസ്ഥാനിൽ എന്നെ കൊണ്ടുപോകരുതെന്ന് നിനക്ക് പറയാൻ പറ്റില്ല. അല്ലാഹു ജീവന്റെ തുടിപ്പ് നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു എങ്ങാനും നമ്മുടെ ആത്മാവിനെ എടുത്തു കളഞ്ഞാൽ നിന്റെ എല്ലാ അഹങ്കാരങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നതാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, പിണക്കങ്ങളല്ല വേണ്ടത്, ഇണക്കങ്ങളാ വേണ്ടത്. അല്ലാഹുവിന്റെ റസൂലിന് ഈ ഉമ്മത്ത് പിണങ്ങുന്നത് ഇഷ്ടമാണോ? തമ്മിൽ തല്ലുന്നത് ഇഷ്ടമാണോ? തമ്മിൽ കലഹിക്കുന്നത് ഇഷ്ടമാണോ? ഈ ഉമ്മത്തിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ഹബീബല്ലേ. വഫാത്തിന്റെ വേളയിൽ കിടക്കുകയാ. ഈ ലോകത്തോട് വിട പറയാൻ അല്ലാഹുവിന്റെ റസൂൽ അടുത്ത സമയത്ത് ഫാത്തിമത്ത് ബിൽഅത്ത് മിൻ കബദി, എൻ്റെ കരളിന്റെ കഷണമായ ഫാത്തിമ എന്ന് നീട്ടി വിളിക്കാതെ, ഹസനെ എന്ന് നീട്ടി വിളിക്കാതെ, ഹുസൈനെ എന്ന് നീട്ടി വിളിക്കാതെ, നിഴല് പോലെ നിഴലില്ലാത്ത റസൂലിന്റെ കൂടെ ഉണ്ടായിരുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നീട്ടി വിളിക്കാതെ, ഗാർതോറിൽ തന്റെ കൂടെയുണ്ടായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നീട്ടി വിളിക്കാതെ, അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി മജ്ജയും മാംസവും എല്ലും പല്ലും എല്ലാം കൊടുക്കാൻ തയ്യാറായ സഹാബാക്കളെ നീട്ടി വിളിക്കാതെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കരളിന്റെ കഷണമായ ഹൃദയത്തിന്റെ തുടിപ്പായ വിശ്വസ്നേഹത്തിന്റെ പ്രവാഹം, ആത്മീയ ചൈതന്യത്തിന്റെ വന്യഗുരു, മാനുഷികത്തിന്റെ മഹാചാര്യർ, വേദനാദങ്ങളുടെ സ്വരതരംഗമുണർത്താൻ അല്ലാഹു നിയോഗിച്ച രാഗശില്പി, ലോക മുസൽമാന്റെ നെഞ്ചിലച്ചോരയായ ചങ്കിലച്ചോരയായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂലേ ദുനിയാവെന്ന് വിട പറയാൻ അടുത്ത സമയത്ത് ഇവരെ ആരെയും വിളിക്കാതെ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചതെന്തെന്നറിയോ മക്കളെ? ഉമ്മത്തീ ഉമ്മത്തീ, എൻ്റെ സമുദായമേ, എൻ്റെ സമുദായമേ, എൻ്റെ സമുദായമേ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉമ്മത്ത് തമ്മിൽ തല്ലിയാൽ, ഈ ഉമ്മത്ത് പിണങ്ങിയിട്ട് നിന്നാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാ നമ്മൾ പിണങ്ങുന്നതെന്നറിയോ? കല്യാണത്തിന് വീട്ടിൽ വന്ന് വിളിക്കാത്തതിൻ്റെ പേരിൽ പിണങ്ങുന്നവരില്ലേ? വഴിയിൽ വെച്ചിട്ടല്ലേ എന്നെ വിളിച്ചതെന്ന് പറഞ്ഞ് പിണങ്ങുന്നവരില്ലേ? അത് വിളിക്കാൻ 2 ദിവസം വൈകിയതിന്റെ പേരിൽ എത്രയെത്ര ആളുകളാണ് നൊന്ത് പറ്റോ ഉമ്മാനോട് പിണങ്ങി നിൽക്കുന്നവരില്ലേ? എന്റെ വയല് കേൾക്കുന്ന ആരെങ്കിലും ഉമ്മാനോട് പിണങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഉമ്മയാണ് നിന്റെ ചുണ്ടിലേക്ക് ഭക്ഷണം വെച്ച് തന്നത്, ആ ഉമ്മയാണ് നിന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചത്, ആ ഉമ്മയാണ് നിനക്ക് വേണ്ടി ഉറക്കൊഴിഞ്ഞത്, ആ ഉമ്മയാണ് നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടതെങ്കിൽ ആ ഉമ്മാനോട് പിണങ്ങി നിൽക്കുന്നവരില്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ജ്യേഷ്ഠനോട് ഉമ്മക്ക് കൂടുതൽ സ്നേഹമാണെന്നുള്ള നിന്റെ മനസ്സിൻ്റെ അകത്തുള്ള തോന്നലുകൾ കടന്നു വന്നതിൻ്റെ പേരിൽ ആ ഉമ്മാനെ കുറിച്ചുകൊണ്ട് ടൗണിൽ പോയിട്ട് ഫിത്ന പറയുന്നവര്, ആ ഉമ്മാന്റെ പച്ചമാംസം തിന്നുന്നവര്, ഉമ്മാനോട് പിണങ്ങിയിട്ട് വയല് കേട്ടിട്ടെന്താ? ഉമ്മാനോട് പിണങ്ങിയിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ടെന്താ? ഉമ്മാനോട് പിണങ്ങിയിട്ട് ഖുർആൻ ഓതിയിട്ടെന്താ? എത്രയെത്ര ആളുകളാണ് ഉമ്മാനോട് പിണങ്ങിയവർ, ഉപ്പാനോട് പിണങ്ങിയവര്, ജ്യേഷ്ഠൻ അനുജനോട്, അനുജൻ ജ്യേഷ്ഠനോട്, ഇങ്ങനെ പിണക്കത്തിന്റെ ലോകത്ത് ജീവിക്കുമ്പോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അല്ലാഹുവിന്റെ റസൂൽ ഈ ഉമ്മത്തിന്റെ ഐക്യത്തിന് വേണ്ടിയാ, ഈ ഉമ്മത്തിനോടുള്ള സ്നേഹമുള്ള പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിന് വേണ്ടിയാ ജീവിച്ചതെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ആ പ്രവാചകരാ പഠിപ്പിച്ചത്, അല്ലാഹുവിന്റെ റസൂലാ പഠിപ്പിച്ചത്. അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസൽമാന്റെ സഹോദരനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തിനാണ് ഈ പിണക്കങ്ങളെ കൊണ്ട് എന്ത് നേട്ടാ നമുക്ക് കിട്ടുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. ബാപ്പയായിട്ട് പിണങ്ങി നിൽക്കുകയാ. പല പ്രാവശ്യം ഐസിയുവിന്റെ 4 ചുമരുകൾക്കുള്ളിൽ ജീവൻ മരണ പോരാട്ടം നടത്തുമ്പോ
വേദനിച്ചുകൊണ്ട് ഉപ്പ ചോദിച്ചു, എന്റെ മകനെ ഒന്ന് എനിക്ക് കാണണമെന്ന് പറഞ്ഞപ്പോൾ അഹങ്കാരത്തോടുകൂടെ എനിക്കിപ്പോൾ കാണാൻ മനസ്സില്ല എന്ന് വിളിച്ചു പറഞ്ഞ മകൻ. പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. വേദനിച്ചുകൊണ്ട് പിടയുന്ന സമയത്ത് മകനെ കാണണം. മകനുമായിട്ട് എന്തോ പ്രശ്നത്തിലുണ്ടായിരുന്നു. പക്ഷേ ആ മോന് പറയാണ്, ഇപ്പൊ എനിക്ക് ഉമ്മാനെ കാണാൻ മനസ്സില്ല. പക്ഷേ ഉമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയാൽ പിന്നെ കേൾക്കുന്നത്, എടാ നിന്റെ ഉമ്മ മരിച്ചിരിക്കുകയാ. ആ സമയത്ത് ചില മക്കള് വന്നിട്ട് പൊട്ടിക്കരയുകയാണ്, എൻ്റെ ഉമ്മ പിട പറഞ്ഞോ, എൻ്റെ ഉമ്മ മരിച്ചോ, ഞാൻ വന്നല്ലാതെ എൻ്റെ ഉമ്മാന്റെ മയ്യത്തെടുക്കരുതെന്ന് പറയുന്ന, എടാ നിന്നെക്കാൾ വലിയ വിഡ്ഢി ലോകത്തുണ്ടോ? ആ ഉമ്മാന്റെ റൂഹ് പോകുന്നതിന് മുമ്പ് ഉമ്മാന്റെ കൈ പിടിച്ചുകൊണ്ട് ഏത് ഉമ്മയാണ് ക്ഷമിക്കാതിരിക്കുന്നത്? എത്ര തന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിലും മക്കളോട് വല്ലാതെ സ്നേഹം കാണിക്കുന്ന ഉമ്മമാര് ആ ഉമ്മാന്റെ കൈ പിടിച്ചുകൊണ്ട്, ഉമ്മ എനിക്ക് പുറത്തു തരണേ എന്ന് പറയാനുള്ള അവസരം നിനക്കുണ്ടായിട്ട് ആ ഉമ്മ മരിച്ചതിന് ശേഷം ആ ഉമ്മാന്റെ കഫംപുടയില് ജന്നാത്തുൽ ഫിർദൗസ് എന്ന അത്തറിന്റെ ബോട്ടിൽ അതിന്റെ അടപ്പെടുത്തിട്ട് നിന്റെ കൈ നിറയെ നീ സുഗന്ധമെടുത്തിട്ട് ഉമ്മാന്റെ കഫംപുടയില് നീ ഒരച്ചത് കൊണ്ട് നിനക്ക് സ്വർഗം കിട്ടുമോ? ആ ഉമ്മാന്റെ പൊരുത്തം നിനക്ക് കിട്ടുമോ? മരിച്ചപ്പോഴല്ല കരയേണ്ടത്, മരിച്ചപ്പോഴല്ല മുഖം നോക്കേണ്ടത്. മരിച്ച മനുഷ്യന്റെ മുഖം കാണാൻ തിരക്ക് പിടിക്കുന്ന ലോകത്താണ് നമ്മളുള്ളത്. ഞാൻ പറയട്ടെ, മഹല്ലിൽ ഒരാൾ രോഗിയായി കിടക്കുകയാണ്. മഹല്ലിൽ ഒരാൾ രോഗിയായി കിടക്കുമ്പോ നമ്മൾ പോയിട്ട് നോക്കാറില്ല. സുഹൃത്ത് രോഗിയായി കിടക്കുമ്പോ നമുക്ക് സമയമില്ല. ഉമ്മ രോഗിയായി കിടക്കുമ്പോ നോക്കാൻ നമുക്ക് സമയമില്ല. ബാപ്പ രോഗിയായി കിടക്കുമ്പോ നോക്കാൻ നമുക്ക് സമയമില്ല. പക്ഷേ മരണപ്പെട്ടാൽ നമുക്ക് കാണാൻ തിരക്കാണ്. ചില ആളുകൾ പറയും, അരമണിക്കൂർ ക്യൂ നിന്നിട്ടാ ഞാൻ എന്നെ മയ്യത്ത് നോക്കിയത്. ഇന്നവന്റെ മയ്യത്ത് ഞാൻ നോക്കിയത് അരമണിക്കൂർ ക്യൂ നിന്നിട്ടാണ്. എങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്തെന്നറിയുമോ? മരിച്ചവരുടെ മുഖം നോക്കൽ സുന്നത്തെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മരിച്ചവന്റെ വീട്ടിലേക്ക് പോകണം, അവന്റെ യതീമായ മക്കളെ തലോടാൻ കഴിയണോ, സാന്ത്വനപ്പെടുത്താൻ കഴിയണോ? ആ പട്ടിണി കിടക്കുന്ന മക്കളെ ഒന്ന് തിരിഞ്ഞു നോക്കിയോ? ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികള്, നമ്മുടെ മഹല്ലിൽ ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ നമ്മൾ ആ വീട്ടിലേക്ക് പോവുകയാ. നമ്മൾ ആ വീട്ടിലേക്ക് പോകുന്നു, മയ്യത്ത് നോക്കുന്നു, നമ്മളെ മടങ്ങി വരുന്നു. അയൽവാസിയായിരിക്കാം, ഒരു വളപ്പിന്റെ അപ്പുറമല്ല, ഒന്ന് കാലെടുത്ത് വെച്ചാൽ അയൽവാസി എങ്ങാനും മരിച്ചാൽ നമ്മൾ പോവുകയാ പ്രിയപ്പെട്ടവരെ ആ മയ്യത്ത് നോക്കാൻ. മയ്യത്ത് നോക്കിയിട്ട് തിരിച്ചു വന്നിട്ട് രാത്രിയാ മരിച്ചതെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ബാപ്പാലിപ്പനത്തെ ചെറുപ്പക്കാരാ, എൻ്റെ വാഴ കേൾക്കുന്ന പ്രിയപ്പെട്ട പെണ്ണേ, ആ മരിച്ച വീട്ടിലാ മനുഷ്യന്റെ 4 വയസ്സുള്ള പൊന്നുമോളില്ലേ, 8 വയസ്സുള്ള പൊന്നുമോനില്ലേ? ബാപ്പ രാത്രി മരിച്ചപ്പോൾ വീട്ടിന്റെ അകത്ത് കൂട്ടക്കരച്ചിലുകളാണ്. ബാപ്പ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. ആ വീട്ടിന്റെ അകത്ത് ഒരു ഗ്ലാസ് ചായ പോലും വെച്ചിട്ടില്ല. ആ വീട്ടിന്റെ അകത്ത് ഭക്ഷണമില്ല. അപ്പുറത്തെ വീട്ടിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഡൈനിങ് ഹാളിൽ വെച്ചുകൊണ്ട് നമ്മുടെ മക്കളുടെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോ, പ്രിയപ്പെട്ട അയൽവാസി, നിനക്കെങ്ങനെയാ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നത്? ആ വീട്ടിൽ 4 വയസ്സുള്ള പൊന്നുമോനൊരു റൊട്ടിയുടെ കഷണം പോലും ഇല്ലാതെ മരിച്ച വീട്ടിന്റെ അകത്ത് പൊട്ടിക്കരയുന്ന ഉമ്മാന്റെ ചാരത്തുള്ള ഉമ്മാന്റെ അടുക്കലുള്ള കണ്ണുനീര് കാണുന്നതല്ലാതെ രാത്രി ഭക്ഷണം കഴിക്കാതെ 4 വയസ്സുകാരി കിടന്നുറങ്ങുകയാ. രാവിലെ എഴുന്നേൽക്കുന്നു, ജനങ്ങൾ വരുന്നു, മയ്യത്ത് നോക്കുന്നു, അഭിപ്രായങ്ങൾ പറയുന്നു. മയ്യത്തും
കട്ടിൽ കൊണ്ടുവരുമ്പോ മഹലിലുള്ള ചെറുപ്പക്കാരോ, മഹലിലുള്ള പ്രിയപ്പെട്ട പിതാവേ, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഏമ്പക്കമിട്ട് ശുദ്ധമായ വസ്ത്രം ഇട്ടുകൊണ്ട് അണിഞ്ഞുകൊണ്ട് ആ മരിച്ച വീട്ടിലേക്ക് പോകുമ്പോ ഒന്ന് ജനാലിലൂടെ നോക്കിയാൽ അയൽവാസിയുടെ വീട് കാണാൻ കഴിയോ? ഒന്ന് ജനൽ പോളിയിലൂടെ നോക്കിയാൽ തൊട്ടടുത്ത് ഇഷ്ടം പോലെ മുസ്ലിം വീട് കാണാൻ കഴിയോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, എന്റെ വയല് കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിങ്ങളെ മനസ്സിന്റെ അകത്ത് അങ്ങനെ ഒരു ചിന്ത കടന്നു വന്നിട്ടുണ്ടോ? രാത്രി നിന്റെ 4 വയസ്സുള്ള പൊന്നുമോന് ഭക്ഷണം കഴിച്ചിട്ടാ കിടന്നത്. രാവിലെ നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് അതേ അവള് ഉല്ലസിക്കുന്നതെങ്കിൽ ആ മരണപ്പെട്ട വീട്ടിൽ പട്ടിണിയാണ്. അവിടെ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാനോ അല്ലെങ്കിൽ ആ മക്കളുടെ കൈ പിടിച്ചുകൊണ്ട് നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് സാരമില്ല മോനെ, പ്രയാസപ്പെടണ്ട, ഞങ്ങളുണ്ടല്ലോ കൂടെ, ഞങ്ങളുണ്ടല്ലോ കൂടെ എന്ന് പറഞ്ഞിട്ട് ആ മക്കളെ പട്ടിണി മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ എന്ത് അയൽവാസിയോ, നീ എന്ത് ബന്ധുവോ, നീ എന്ത് മഹല്ല് നിവാസിയോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, ഇതിലൊന്നും ആർക്കും താല്പര്യമില്ല. ക്യൂ നിന്നിട്ട് മയ്യത്ത് നോക്കുമ്പോ അയൽവാസി ഉണ്ടല്ലോ, എത്ര മാസമാണ് ക്യാൻസർ രോഗം പിടിച്ചു കിടന്നിട്ട് ഓരോ രാത്രിയും പൊട്ടിക്കരയുമ്പോ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ തിരക്കിന്റെ ഇടയില്, നമ്മൾ ഇതാ ബിസിനസിന്റെ തിരക്കിന്റെ ഇടയില്, എന്റെ പ്രിയപ്പെട്ടവര് ആ വീട്ടിലേക്ക് പോയിട്ട് നോക്കാൻ പോലും നമുക്ക് സമയം കിട്ടിയിട്ടില്ല. രോഗിയായി കിടക്കുന്ന അയൽവാസിയെ നോക്കാൻ സമയം കിട്ടിയിട്ടില്ല. മരിച്ചിട്ട് നമ്മൾ ക്യൂ നിന്നിട്ട് മയ്യത്ത് കാണുമ്പോ അതേ ജീവൻ പോയ മയ്യത്തിന്റെ മുഖമല്ല നമ്മൾ നോക്കേണ്ടത്, ജീവൻ പോയ മനുഷ്യന്റെ മുഖമല്ല നമ്മൾ നോക്കേണ്ടത്. ജീവനുള്ള മനുഷ്യന്റെ മുഖം നോക്കുമോ? ജീവനുള്ള മനുഷ്യന്റെ മുഖം നോക്കിയിട്ടൊന്ന് കരയുമോ? ജീവനുള്ള മനുഷ്യന്റെ മുഖം നോക്കിയിട്ട് അവന്റെ പ്രയാസം മുഖത്ത് കാണുമ്പോ എന്തിനാ പേടിക്കുന്നത്? ഞാൻ കൂടെയുണ്ടല്ലോ, ഞാൻ കൂടെയുണ്ടല്ലോ എന്ന് പറയാൻ കഴിയുന്നവനുണ്ടോ? അവനാണ് സ്നേഹമുള്ളത്, അവനാണ് ബന്ധമുള്ളത്. വെറുതെ അൽ മുസ്ലിമു അഹുൽ മുസ്ലിം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, കഫംപുടയുടെ പുറത്തല്ല ജന്നാത്തുൽ ഫിർദൗസ് തേക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത് അതേ മനസ്സിന്റെ അകത്ത് ജന്നാത്തുൽ ഫിർദൗസ് തേക്കാൻ നിനക്ക് കഴിയുമോ? പ്രയാസപ്പെടുന്നവന്റെ കൂടെ നിൽക്കാൻ കഴിയുമോ? അതുകൊണ്ടല്ല അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഖൈറുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും നല്ലവരാരാണെന്നറിയുമോ? മയ്യംഫഉന്നാസ്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരാ, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരാണ്. സ്വാർത്ഥ താല്പര്യത്തിന്റെ സങ്കുചിത മനോഭാവത്തിന്റെ ലോകത്ത് ജീവിക്കുമ്പോ പരസ്പരം ബന്ധമില്ലാതെ, പരസ്പരം സ്നേഹമില്ലാതെ മരിച്ചവന്റെ മയ്യത്ത് കാണാൻ, ഉമ്മമാരെ മരിച്ച പെണ്ണിന്റെ മയ്യത്ത് കാണാൻ നമ്മളൊക്കെ ക്യൂ നിൽക്കുമ്പോ അല്ലാഹു ഒരു ജീവൻ നൽകിയിട്ടുണ്ടെങ്കിൽ ആ ജീവൻ നഷ്ടപ്പെടുന്നതിന് മുമ്പ് ജീവനുള്ളവരെ കൂട്ടിപ്പിടിക്കാൻ കഴിഞ്ഞെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉറക്കെ പറയൂ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ, നമ്മൾ മരിച്ച വീട്ടിൽ പോണ്ടാന്നല്ല, മരിച്ച മയ്യത്ത് നോക്കി അത് വലിയൊരു പുണ്യം എന്ന് പറഞ്ഞിട്ട് നോക്കാനൊന്നുമില്ല. പക്ഷെ ആ മരിച്ച വീട്ടിൽ ബാപ്പ മരിച്ചതിൻ്റെ പ്രയാസത്തിൽ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി പ്രയാസപ്പെടുന്ന ആ 8 വയസ്സുകാരനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു, മോനെ നീ കരയരുത്, ഞങ്ങൾ കൂടെയുണ്ടെന്ന് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ബന്ധമെന്ന് പറയുന്നത്, അതാണ് സ്നേഹമെന്ന് പറയുന്നത്. 5ഉം 8ഉം 10ഉം വർഷക്കാലം പ്രയാസപ്പെട്ട് വീട്ടിൽ ബെഡിൽ ഒട്ടിപ്പിടിച്ച് ശരീരത്തിൻ്റെ അകത്ത് വ്രണങ്ങൾ വന്ന് പൊട്ടിക്കരയുന്ന ഉമ്മാന്റെ ചാരത്ത് പോയിട്ട് ഉമ്മാ എന്ന് നീട്ടി വിളിക്കാൻ കഴിയാത്ത ചെറുപ്പക്കാരാ, നീ മരിച്ചതിന് ശേഷം എൻ്റെ ഉമ്മയെ ഞാൻ കാണാതെ ഉമ്മാന്റെ മയ്യത്തെടുക്കരുതെന്ന് പറഞ്ഞ്
നിനക്ക് വേണ്ടി 2 ദിവസം ഫ്രീസറിൽ വെച്ചുകൊണ്ട് ആ മയ്യത്തിന് കാവൽ നിൽക്കുമ്പോ ജീവനുള്ളവനോട് സ്നേഹം പകരാൻ കഴിയണം. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വതആവനു അലൽ ബിർരി വത്തഖ്വ, നിങ്ങൾ ഗുണത്തിന്റെയും തഖ്വയുടെ മേലിൽ പരസ്പരം സഹായിക്കണം. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, ശത്രുതയുടെ മേലിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ശത്രുതയുടെയും കുറ്റങ്ങളുടെ മേലിൽ, നിങ്ങൾ തെറ്റുകളുടെ മേലിൽ പരസ്പരം സഹായിക്കരുതെന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജീവിതകാലത്ത് നമ്മുടെ ഏതെങ്കിലും ഒരു അയൽവാസിയോ ഏതെങ്കിലും ഫ്രണ്ട്സോ രോഗമായിട്ട് കിടക്കുന്നതെങ്കിൽ നമ്മൾ പറയും ഇൻഷാ അല്ലാഹ് സൺഡേ ഹോളിഡേ ഞായറാഴ്ച ഒഴിവാണല്ലോ, ഞായറാഴ്ച പോകാം. ഞായറാഴ്ച കല്യാണവും തിരക്കും വന്നിട്ട് പോകാൻ പറ്റിയില്ല. പിന്നെ പറയും അടുത്ത ഞായറാഴ്ച ആവട്ടെ. വീട്ടിൽ നിന്ന് ഭാര്യ പറയും നിങ്ങൾ പോയോ, നിങ്ങളുടെ സുഹൃത്തിനെ പോയി നോക്കിയോ എന്നൊക്കെ പറയും. പ്രിയപ്പെട്ടവരെ, നാളെ പോകാം, മറ്റന്നാ പോകാം, പിറ്റേന്ന് പോകാം, അടുത്ത ആഴ്ച പോകാം എന്ന് നീ തീരുമാനിക്കുമ്പോഴേക്ക് വലയ്യു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. എൻ്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഒരു നിമിഷം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തിക്കാത്തൊരു സമയം അതേ അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വന്ന് റൂഹ് പിടിച്ചതിന് ശേഷം അപ്പോഴാ ചിന്തിക്കുന്നത്, എന്താ അല്ലാഹ് എനിക്ക് നോക്കാൻ വേണ്ടി കഴിഞ്ഞില്ലല്ലോ റബ്ബേ, അയാൾ എത്ര വർഷമായി. അത് മാത്രമല്ല, അയൽവക്കത്ത് ജീവിക്കുന്നവനും അവനും വിഷമിക്കുകയാണ്. ഞാൻ നല്ല റാഹത്തിലുള്ള സമയത്ത് എത്ര ആളെൻ്റെ വീട്ടിൽ വന്നത്, പിരിവുകാർ വന്നിട്ടുണ്ട് അല്ലേ, കലക്ഷൻ ആളുകൾ വന്നിട്ടുണ്ട് എൻ്റെ വീട്ടിൽ, അത് ഡിന്നറുള്ള സമയത്ത് അതിന് വന്നിട്ടുണ്ട്. പക്ഷേ ഒന്ന് വീണു പോയാൽ താങ്ങാൻ ആളുകളില്ല. അതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എൻ്റെ വയല് കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ മനസ്സിലാക്കണം. ഞാനൊരു ചരിത്രം പറയാം, ഒരു കഥ പറയാം. സ്വാഭാവികമായിട്ട് ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ടാകാം. അതേ സെമിത്തേരിയിലേക്ക് എന്ന് പറഞ്ഞാൽ ശ്മശാനത്തിലേക്കൊരു പെണ്ണ് ബൊക്കയുമായി കൊണ്ടുപോവുകയാണ്. ആ ബൊക്കയിൽ ചമന്തിയും റോസയും മുല്ലയൊക്കെയുള്ള ഒരു ബൊക്കയുമായി പോകുന്ന സമയത്ത് ആ പെണ്ണിനോട് ചോദിച്ചു, എവിടെയാ കൊണ്ടുപോകുന്നത്? എൻ്റെ സ്നേഹനിധിയായ ഭർത്താവിൻ്റെ ശവക്കല്ലറിയുടെ ചാരത്തേക്ക്. ആ ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ റോസയും ബൊക്കയും മുല്ലയൊക്കെ കൊണ്ടുപോകുന്നത് എന്നാ പെണ്ണ് പറഞ്ഞു. ആ ഭർത്താവിൻ്റെ ശവക്കല്ലറിയുടെ അടുക്കലേക്ക് ഈ പെണ്ണ് റോസയും ബൊക്കയൊക്കെ കൊണ്ടുപോയപ്പോ ശവക്കല്ലറിൻ്റെ അകത്തുള്ള ഭർത്താവ് പറഞ്ഞൊരു വിഷയമുണ്ട്. എന്താണെന്നറിയോ? ഈ കാണുന്ന സ്നേഹം എൻ്റെ ജീവിതകാലത്ത് തന്നിരുന്നുവെങ്കിൽ ഞാൻ ഇത്ര പെട്ടെന്ന് മരിക്കില്ലായിരുന്നു. ജീവിതകാലത്ത് കൊടുക്കാൻ ആളുണ്ടാവൂല, ഇല്ലേ? പ്രിയപ്പെട്ട ഉമ്മ ഹോസ്പിറ്റലിൽ കിടന്ന് പ്രയാസം അനുഭവിച്ചപ്പോൾ കൊടുക്കാൻ മക്കളുണ്ടാവൂല. പിന്നെയോ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ കൊടുക്കാം, ഇങ്ങനെ കൊടുക്കാം. അത് കൊടുത്താൽ, മരണപ്പെട്ടവർക്ക് കൊടുത്താൽ കൂലി കിട്ടുന്ന കാര്യമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. പക്ഷേ ജീവിതകാലത്ത് എന്തുകൊണ്ട് നമുക്ക് സന്തോഷിപ്പിക്കാൻ കഴിയുന്നില്ല? ഇവിടെയാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജീവിതകാലത്ത് കൊടുക്കൂല, മരിച്ചു കഴിഞ്ഞാൽ വാരി കോരി കൊടുക്കാൻ ആളുകളുണ്ടാകും. ജീവിച്ചിരിക്കുന്നവന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാൻ. ജീവിച്ചിരിപ്പുള്ള ഉമ്മയുടെ ചാരത്ത് പോയി പ്രായമായ സമയത്ത് ഉമ്മയും ഉപ്പയൊക്കെ വേദനിക്കും. അന്നേരം മക്കളെ ആഗ്രഹിക്കുന്ന കാലം ഒന്നും നിങ്ങൾ ചെയ്യണ്ട. ആ സിറ്റൗട്ടിൽ പ്രായമുള്ള ഉമ്മയും ഉപ്പയും വൈകുന്നേരം കാറ്റ് കൊള്ളാൻ വേണ്ടി ഇരിക്കുമ്പോൾ എത്ര തിരക്കിട്ട ജീവിതത്തിനിടയിലാണെങ്കിലും, എത്ര തിരക്കുകൾ ഉണ്ടെങ്കിലും ആ തിരക്കുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മയുടെ ഉപ്പയുടെ ചാരത്ത് വന്നുകൊണ്ട് ആ ചുക്കിച്ചൊളിഞ്ഞ ശരീരത്തിലേക്ക് നിന്റെ കൈകൊണ്ട് തലോടിയിട്ട് ആ പ്രിയപ്പെട്ട ഉമ്മയുടെ മുഖത്ത് നോക്കിയാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്. ആരെങ്കിലും കാരുണ്യത്തോടുകൂടെ ഉമ്മയുടെയോ ഉപ്പയുടെയോ മുഖത്ത് നോക്കിയാൽ പരിപൂർണമായ ഹജ്ജും ഉംറയും ചെയ്ത കൂലി അവനുണ്ടെന്ന് പുള്ളു പറയാത്ത ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ. വലിയ ഓഫർ എന്താ വേണ്ടത്? നൊന്ത് പറ്റ ഉമ്മയുടെ മുഖത്ത് കാരുണ്യത്തോടൊരു മകൻ നോക്കിയാൽ, ബാപ്പയുടെ മുഖത്ത് നോക്കിയാൽ, ഒന്നും രണ്ടുമല്ല പരിപൂർണമായ ഹജ്ജും ഉംറയും ചെയ്ത കൂലിയാ അവന് കൊടുക്കുന്നതെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, പരസ്പരം നമ്മൾ ബന്ധങ്ങൾ ചേർക്കണം. ഒരിക്കലും നമ്മൾ പിണങ്ങുന്നവരാകരുത്. പിണങ്ങിയിട്ട് എന്ത് കിട്ടാനാ നമുക്ക്? ദുന്യാവിന്റെ കാര്യത്തിന് വേണ്ടി പിണങ്ങി നിൽക്കുന്നത് തന്റെ സഹോദരൻ നിസ്കരിക്കാത്തതിന്റെ പേരിലല്ല, അവൻ ദീനിയുമായിട്ട് ബന്ധമില്ലാത്തതിന്റെ പേര്. അങ്ങനെ ആരെങ്കിലും പിണങ്ങാറുണ്ടോ? അതെ, നിസ്കരിക്കാത്ത കൊണ്ട് എനിക്ക് നിന്നോട് വലിയ താല്പര്യം, അങ്ങനെയൊന്നുമില്ല.
നിന്റെ മോളെ കല്യാണത്തിന് എന്നെ വിളിക്കാത്തതുകൊണ്ട് ഇനി നിന്നോട് എനിക്ക് മിണ്ടാൻ പറ്റൂല. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പിണങ്ങുന്നതല്ലാതെ അള്ളാന്റെ ദീന് വിചാരിച്ചിട്ട് പിണങ്ങുന്ന സ്വഭാവമൊന്നും നമുക്കില്ല. ദുന്യാവിന് വേണ്ടി പിണങ്ങ, എന്നിട്ട് ആ പിണക്കത്തോടു കൂടെ തന്നെ മരിക്കുന്നൊരവസ്ഥ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മുടെ പല്ലുകൾ എത്രമാത്രം അടുത്താ ഉള്ളത്, ഈ പല്ലുകൾക്ക് എത്രമാത്രം ബന്ധമാ ഉള്ളത്. ഈ പല്ലുകൾ മുഴുവനും ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ വായയിലേക്ക് എന്തെങ്കിലും ഇട്ടാൽ അതിനെ എത്രയും പെട്ടെന്ന് പ്രിയപ്പെട്ടവരെ അതിനെ സോഫ്റ്റ് ആക്കാൻ കഴിയുന്നത് പല്ലുകളുടെ ബന്ധമാണ്. നിങ്ങൾക്കറിയോ, നമ്മുടെ മുഖത്തല്ലാഹു 2 കണ്ണ് തന്നിട്ടുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ചെവി കണ്ടിട്ടുണ്ട്, മൂക്ക് കണ്ടിട്ടുണ്ട്, നാവ് കണ്ടിട്ടുണ്ട്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ശരീരത്തിൻ്റെ നിങ്ങൾ പല ഭാഗവും കണ്ടിട്ടുണ്ട്. നിങ്ങൾ കൈ കണ്ടിട്ടുണ്ട്, നെഞ്ച് കണ്ടിട്ടുണ്ട്, പക്ഷേ നിങ്ങളുടെ കഴുത്തിൻ്റെ മുകളിലോട്ട് നിങ്ങളുടെ മൂക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ മൂക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ ചെവി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ മുഖത്തുള്ള തൊലി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങളെ മുഖം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളെ മുഖം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കൈ കണ്ടോന്നോ? ഞാൻ എൻ്റെ കൈ കണ്ടിട്ടുണ്ട്, വാച്ച് കണ്ടിട്ടുണ്ട്, ഡ്രസ്സ് കണ്ടിട്ടുണ്ട്, നെഞ്ച് കണ്ടിട്ടുണ്ട്, മുട്ട് കണ്ടിട്ടുണ്ട്, കാൽവിരലുകൾ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ മുഖം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സെക്കൻഡിൽ 4 മില്യൺ ടൺ തോതിൽ പ്രകാശം ഉൽപ്പാദിപ്പിക്കുന്ന ഭീകരമായി സൂര്യനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പറയും. നിങ്ങളെ മുഖം കണ്ടിട്ടുണ്ട്. മനുഷ്യൻ ദുർബലരാ. നിങ്ങൾക്കൊരു സംശയം, നിങ്ങൾ ആരെ മുഖം നിങ്ങൾ കണ്ടു? നിങ്ങളെ മുഖം ഞാൻ കാണുന്നു, നിങ്ങളെ എൻ്റെ മുഖം കാണുന്നു. എൻ്റെ മുഖം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അവർ കണ്ണാടിയിൽ അത് നമ്മുടെ മുഖാണോ? അതിൻ്റെ ഛായയാണ്, അതിൻ്റെ നിഴലാണ്. മനുഷ്യന് ഇത്രയേ ഉള്ളൂ. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ കണ്ണിനെയും കണ്ടിട്ടില്ല, ഈ കണ്ണിനെയും കണ്ടിട്ടില്ല. കാരണം നടുവിലൊരു ബ്രിഡ്ജുണ്ട്. ഇന്നിപ്പോൾ അങ്ങനെയാണല്ലോ ഉള്ളത്, ആ അവസ്ഥയിലാണല്ലോ ഇന്നുള്ളത്. പ്രിയപ്പെട്ട നാടുകൾ 2ആയി മാറിയില്ലേ? മുത്തമ്മയും ഇളയമ്മയുടെയും വീട്, മൂത്തമ്മാൻ്റെ വീട്ടിൽ നിന്ന് ഇളയമ്മാൻ്റെ വീട് നോക്കിയാലും ഇളയമ്മാൻ്റെ വീടിൽ നിന്ന് മൂത്തമ്മാൻ്റെ വീട് നോക്കാൻ പറ്റിയൊരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് നാഷണൽ ഹൈവേകളും വലിയ വലിയ റോഡുകളും വന്ന് വലിയ ബ്രിഡ്ജുകളായി മാറുമ്പോൾ അങ്ങോട്ടിങ്ങോട്ടും ഇല്ലെങ്കിൽ തന്നെ ബന്ധമില്ല, എല്ലാ ബന്ധങ്ങളും നഷ്ടപ്പെടുന്ന യുഗത്തിലാണ്. ഞാൻ പറയട്ടെ, ഈ കണ്ണൊരിക്കലും ഈ കണ്ണിനെയോ കണ്ടിട്ടില്ല. പക്ഷെ അവർക്ക് എന്ത് ഐക്യമാണ് കണ്ണിന്, ഇല്ലേ? എന്ത് ഐക്യമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. ആരെങ്കിലും നേരെ പോകുമ്പോൾ ഒന്നിച്ചാണ് കണ്ണുകൾ ചിമ്മുന്നുള്ളത്. രാത്രി നിങ്ങൾ കിടന്നുറങ്ങാൻ വേണ്ടി നിങ്ങൾ പോയാൽ, ഉറക്ക് നിങ്ങൾക്ക് വന്നാൽ, ഈ കണ്ണിനെന്ത് ഐക്യമാണ്, ഒന്നിച്ചാണ് ഈ കണ്ണുകൾ ചിമ്മിപ്പോകുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ചു നോക്കണം. മനുഷ്യ, നിന്റെ മുഖത്തെ പോലും നിനക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല, പിന്നെ എന്തിനാണ് നീ തർക്കിക്കുന്നത്? എന്തിനാണ് നീ പിണങ്ങി നിൽക്കുന്നത്? നിങ്ങൾക്കറിയുമോ, അള്ളാന്റെ റസൂല് പഠിപ്പിച്ചൊരു ഹദീസ് നിങ്ങൾക്കറിയുമോ? പിണങ്ങുന്നത് ഇസ്ലാം പൊരുത്തപ്പെടുന്ന വിഷയമല്ല. അതേ നിമിഷമായ കാര്യങ്ങൾക്ക് വേണ്ടി, അതേ ദുർബലമായ കാര്യങ്ങൾക്ക് വേണ്ടി പിണങ്ങിയിട്ട് ആ പിണക്കം തീർക്കാൻ ഒരു മസ്ലഹത്ത് വെച്ചാൽ പോലും മസ്ലിന്റെ പവർ നമ്മൾ കാണിക്കുകയാണ്. അവനുമായിട്ട് നന്നാകാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോ, നിന്റെ ഈ സുന്ദരമായ കണ്ണുണ്ടല്ലോ, നിന്റെ ഈ സുന്ദരമായ ചുണ്ടുണ്ടല്ലോ, നിന്റെ ശരീരമുണ്ടല്ലോ, ഈ ശരീരം മണ്ണുമായി ചേരാനുള്ളതാ. നമ്മളൊക്കറിയാം, വല്ലാതെ ചൂടുള്ള സമയമാണല്ലോ. രാവിലെ വല്ലാത്ത ചൂടാണ്, രാത്രി വല്ലാത്ത ചൂടാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രഭാഷണം കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ പോയാൽ ചൂട് ശമിപ്പിക്കാൻ വേണ്ടി അതേ എയർ കണ്ടീഷൻ ശീതീകരിച്ച റൂമിൽ കിടന്നുറങ്ങും. പക്ഷേ എൻ്റെ റൂഹെങ്ങാനും അല്ലാഹു എടുത്തുകൊണ്ട് പോയാൽ, നിങ്ങളുടെ ആത്മാവ് നിങ്ങളിൽ നിന്ന് പോയാൽ, പിന്നെ നമ്മൾ കിടക്കുന്നത് ഏറ്റവും ചൂടുള്ള ഖബറിലാണ്.
കാരണം നമ്മുടെ വീട്ടിൻ്റെ അകത്ത് ജനാല അടച്ചാ നമുക്ക് നിൽക്കാൻ പോയിട്ട് ഒരു സെക്കൻഡ് പോലും അവിടെ നമുക്ക് നിൽക്കാൻ കഴിയുന്നില്ല. എങ്കിലൊരു കിളിവാതിലില്ലാത്ത, ഒരു ഓൾസ് പോലും ഇല്ലാത്ത 6 അടി മണ്ണിൽ നമ്മളെ കിടത്തിയാൽ ഇവിടത്തെ പണക്കാരനായാലും പാവപ്പെട്ടവനായാലും യോഗ്യനായാലും അയോഗ്യനായാലും പണ്ഡിതനായാലും പാമരനായാലും എല്ലാവരെയും ഖബറിൽ അങ്ങോട്ട് കിടത്തൂലേ? എന്നെ കിടത്തുമല്ലോ. എന്റെ വയല് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെയും കിടത്തുമല്ലോ. ആ ഖബറിൽ കിടത്തിയിട്ട് പാവുകല്ല് വെക്കാറുണ്ടല്ലോ. പാവുകല്ല് വെക്കുമ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ ഒരു ഹോൾസ് കാണുന്നത്. ആ സമയത്ത് അവിടെ നിന്ന് പറയുന്നത് ചെറിയൊരു ഗ്യാപ്പ് കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെയും പേപ്പറോ അല്ലെങ്കിൽ ഇലയോ വെച്ചിട്ട് വീണ്ടും മണ്ണിടുകയാണ്. മണ്ണിന്റെ മുകളിൽ മണ്ണിട്ട് കൊണ്ട് എല്ലാം ബന്ധാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥകൾ? എൻ്റെ പ്രിയപ്പെട്ടവര്, ഒരു മനുഷ്യൻ ശരിക്കും മരണത്തെ കുറിച്ച് ചിന്തിച്ചാൽ, ഖബറിനെ കുറിച്ച് ചിന്തിച്ചാൽ, ആ ഖബറിലെ ചോദ്യങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ, അല്ലാഹുവിന്റെ ഹിസാബിനെ കുറിച്ച് ചിന്തിച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നക്കും മഹ്ശൂറൂന യൗമൽ ഖിയാമത്തി ഹുഫാതൻ ഉറാതൻ ഗുർലാ, ചെരിപ്പുകളില്ലാതെ വിവസ്ത്രന്മാരായിട്ട് മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടുന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ, നിന്റെ അതേ തുടുത്ത് തുളുമ്പുന്ന നിന്റെ മുഖങ്ങളിലേക്ക് പുഴുക്കൾ വരുന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ, ഓരോ നിമിഷവും കണ്ണാടി നോക്കുമ്പോൾ ലിപ്റ്റിക് ചുണ്ടുകളിൽ തേച്ചുകൊണ്ട് ചുണ്ടുകൾ ചുവപ്പിച്ചിട്ടല്ലാതെ പുറത്തിറങ്ങാൻ മനസ്സ് വെക്കാത്ത പെണ്ണുങ്ങള്, അതേ ആഴ്ചയിൽ ബ്യൂട്ടി പാർലറിലേക്ക് കൊടുക്കാൻ 5000-ഉം 10,000-ഉം മാറ്റിവെക്കുന്ന പ്രിയപ്പെട്ട പെണ്ണുങ്ങളെ, നിങ്ങൾക്ക് എന്നോട് ചൊടി വരരുത്. എന്നോട് നിങ്ങൾക്ക് ദേഷ്യമോ പിണക്കമോ വരരുത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മരണപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഞാൻ എൻ്റെ പ്രഭാഷണം നീട്ടുകയല്ല. എൻ്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഒന്നിങ്ങനെ ചിന്തിച്ചാൽ, ഈ ചുണ്ടുകൾ പുഴുക്കൾ വന്നിരിക്കാനുള്ളതാണല്ലോ, ഈ കണ്ണുകളിലേക്ക് പുഴുക്കൾ വരാനുള്ളതാണല്ലോ, ഈ കാർക്കൂന്തലുകളിലേക്ക് പുഴുക്കൾ വരാനുള്ളതാണല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരാഴ്ച കഴിഞ്ഞ് ഖബറങ്ങോട്ട് തുറന്നാൽ ആ ഖബറിൻ്റെ അകത്ത് അതേ നിന്റെ ശരീരങ്ങളൊക്കെ ജീർണിക്കാൻ തുടങ്ങിയാല് ആ ഖബറിന്റെ അകത്ത് വല്ലാത്തൊരു സ്ഫോടനം നടക്കുന്നൊരു സമയമുണ്ട്. ഏതാണ് ആ സ്ഫോടനം എന്നറിയോ? നമ്മുടെ വയറ് പൊട്ടുന്നൊരു സമയമുണ്ട്. പെണ്ണെ, പള്ള പൊട്ടുന്നൊരു സമയമുണ്ട്. പള്ളയെങ്ങാനും ഖബറിൽ വെച്ച് പൊട്ടിക്കഴിഞ്ഞാൽ ഖബർ ചാല് പോലെയാകുകയാണ്. ആ ഖബറിനെ കുറിച്ചൊന്ന് ചിന്തിച്ചാൽ എങ്ങനെ നമുക്ക് പിണങ്ങാൻ പറ്റൂ? എങ്ങനെ നമുക്ക് ചിരിക്കാതിരിക്കാൻ പറ്റൂ? അതുകൊണ്ടല്ല അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് തബസ്സും പുഞ്ചിരി സദഖയാണെന്ന് പഠിപ്പിച്ച ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ. എൻ്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഹദീസ് നിങ്ങളോട് ഞാൻ പറയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, എൻ്റെ വഅദ് കേൾക്കുന്ന ബാപ്പാലിപ്പുനത്തെ ഉപ്പമാര്, എൻ്റെ വഅദ് കേൾക്കുന്ന ചെറുപ്പക്കാരെ, ഈ ദുനിയാവിൽ എത്ര കാലമുണ്ടെന്ന് ഒരാളും ഉറപ്പിക്കണ്ട. ഏത് സമയത്തും മരണങ്ങൾ സംഭവിക്കാം. എത്രയെത്ര ചെറുപ്പക്കാരാ അറ്റാക്കായി മരണപ്പെട്ടത്, എത്രയെത്ര ചെറുപ്പക്കാരാ എൻ്റെ പ്രിയപ്പെട്ടവരെ ആക്സിഡന്റ് ആയി പോയത്, നടുറോഡിൽ ചതഞ്ഞു പോയവരില്ലേ? ആർക്കും ആരെയും കുറിച്ച് കൊണ്ട് ഉറപ്പിക്കാൻ പറ്റാത്തൊരു കാലമാണെങ്കിൽ 14 മുമ്പ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? ലാ യഹില്ലു ലിമുസ്ലിമിൻ അൻ യഹ്ജുറ അഖാ
ഒരു മുസ്ലിമിന് അനുവദനീയമല്ല. അവന്റെ സഹോദരനോട് പിണങ്ങി നിൽക്കൽ അനുവദനീയമല്ല, ഇടഞ്ഞു നിൽക്കൽ അനുവദനീയമല്ല. ഫൗക സലാസ്, 3 ദിവസത്തിൽ കൂടുതൽ പിണങ്ങിയിട്ട് നിൽക്കാൻ പാടില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയാണ്, യൽതഖിയാനി ഫയഅരിളു ഹാദാ ബിവജ്ഹിഹി ഫയഅരിളു ഹാദാ ബിവജ്ഹിഹി വഹാദാ ബിവജ്ഹിഹി. അങ്ങനെ പിണങ്ങിയിട്ട് 3 ദിവസം പിണങ്ങിയിട്ട് 4ാമത്തെ ദിവസം നിങ്ങൾ കാണുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവര്, അല്ലെങ്കിൽ 3ാമത്തെ ദിവസം കാണുമ്പോ മനസ്സിന്റെ അകത്ത് എന്തിനാ പടച്ചോനെ ഞാൻ പിണങ്ങുന്നത്? ഈ പിണക്കത്തിലൂടെ ഞാൻ മരണപ്പെട്ടാൽ കബറിൽ ഞാൻ പിണങ്ങിയവനാ, മഹ്ശറയിൽ ഞാൻ പിണങ്ങിയവനാണ്, പിന്നെ ഇടങ്ങാനുള്ള സമയമില്ലല്ലോ. മനസ്സിന്റെ അകത്ത് പടച്ചോനോടുള്ള ബന്ധം വന്നപ്പോ, അള്ളാനോടുള്ള സ്നേഹം വന്നപ്പോ, കബറിനെ കുറിച്ചുള്ള ചിന്ത വന്നപ്പോ, മരണത്തെ കുറിച്ചുള്ള ചിന്ത കടന്നു വന്നപ്പോ, എടാ നീ നിസ്കരിച്ചവനായിരിക്കാം, നിന്റെ മുഖത്ത് നോക്കിയപ്പോ വൈരാഗ്യത്തിന്റെ പേരിൽ നീ മുഖം തിരിച്ചു കളഞ്ഞാൽ, അതേ പിണക്കങ്ങളെല്ലാം മാറ്റിയിട്ട് നിന്റെ മുഖം നോക്കിയിട്ടൊന്ന് ചിരിക്കാനൊരുങ്ങുമ്പോ നീ എങ്ങാനും മുഖം തിരിച്ചു കളഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവര് അത് അനുവദനീയമല്ല. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ആരാണ് നല്ലവനെന്നറിയോ? പാതിരാക്ക് നീ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ടാകോ, നീ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ടുണ്ടാകോ, പക്ഷേ നിന്റെ സുഹൃത്തിനോട് നീ മിണ്ടാറില്ല, അനുജനോട് മിണ്ടാറില്ല, ചേട്ടനോട് മിണ്ടാറില്ല, കാരണവരോട് മിണ്ടാറില്ല. എല്ലാ കാര്യങ്ങളും നീ ചെയ്യുന്നുണ്ടാകും, എങ്കിലും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയുമോ? വഖൈറുഹുമാ, അവ 2 പേരിൽ ഖൈറാരാണെന്നറിയുമോ? അവ 2 പേരിൽ ഖൈറാരാണെന്നറിയുമോ? അല്ലദീ യബ്ദഉ ബിസ്സലാം, സലാം കൊണ്ട് തുടങ്ങുന്നവനാ. നമ്മളെന്താ വിചാരിക്കുക? ഓ ഇങ്ങോട്ട് മിണ്ടട്ടെ, ഞാനെന്തിനിപ്പോ, ഓന് എന്നെക്കാൾ ചെറുതല്ലേ, അല്ലെങ്കിൽ എൻ്റെ വലിയ പദവിയും സ്റ്റാൻഡേർഡൊന്നും ഓനിക്കില്ലല്ലോ. അങ്ങനെ ചിന്തിക്കരുത്. നീ അങ്ങോട്ട് മിണ്ടിയാൽ നിന്നോടാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടം നിന്നോടാണ്. അങ്ങോട്ട് മിണ്ടണം, അവനാണ് നല്ലവൻ. വഖൈറുഹുമാ, അവ 2 പേരിൽ നല്ലയാള് സലാം തുടങ്ങുന്നവനാണ്. അങ്ങനെ നീ സലാം പറഞ്ഞു, സലാം മടക്കിയില്ല, നീ എന്ത് ചെയ്യണം? നീ മുഖവും വാശി പിടിച്ച് വീറോടെ പോകല്ല വേണ്ടത്, പിന്നെയും നീ പറയണം അസ്സലാമു അലൈക്കും. മടക്കിയിട്ടില്ല, 3ാമതും നീ പറയുക അസ്സലാമു അലൈക്കും. എന്നിട്ടും മടക്കിയിട്ടില്ലെങ്കിൽ സർവശക്തനായ അല്ലാഹ്, ഞാൻ നിരപരാധിയാണ് അല്ലാഹ്. ആ സലാം പറഞ്ഞവൻ രക്ഷപ്പെടുകയാണ്. മിണ്ടാത്ത നിന്നിലാണ് തെറ്റുണ്ടാകുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ. അള്ളാന്റെ റസൂല് പറഞ്ഞൊരു ഹദീസാണ്, ഞാൻ തങ്ങളിരുത്തിയിട്ട് ദീർഘിപ്പിക്കുകയല്ല. തുഫ്തഹു അബ്വാബുൽ ജന്ന, ശരിക്കും കേട്ടോ, തുഫ്തഹു അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടോ. നമ്മൾ സ്വർഗത്തെ തേടുന്നവരാണ്, സ്വർഗം തരണേ എന്ന് അള്ളാഹുവോട് നമ്മൾ ചോദിക്കുന്നവരാണ്. എങ്കിൽ സ്വർഗത്തിന്റെ വാതിൽ അല്ലാഹു തുറക്കപ്പെടും യൗമൽ ഇസ്നൈനി വ യൗമൽ ഖമീസ്. എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും അല്ലാഹു സ്വർഗത്തിന്റെ കവാടം തുറക്കും. എല്ലാ വ്യാഴാഴ്ചയും എല്ലാ തിങ്കളാഴ്ചയും സ്വർഗത്തിന്റെ കവാടം തുറക്കും. ഇല്ലാ റജുലുൻ കാനത്ത് ബൈനഹു വ ബൈന അഖീഹി ശഹ്നാ. അങ്ങനെ സ്വർഗത്തിന്റെ കവാടം തുറന്നിട്ട് എല്ലാരെയും അല്ലാഹു ആ കവാടത്തിലൂടെ കയറ്റിയാൽ, എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും സ്വർഗത്തിന്റെ കവാടം തുറന്നാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിനെ അല്ലാഹു തആല അവന് സ്വർഗത്തിന്റെ കവാടം
കവാടം അവന് അള്ളാഹുവിനെ പ്രവേശിപ്പിക്കുകയില്ല. അവന് സ്വർഗം നൽകുന്നതല്ല. എല്ലാ വ്യാഴവും തിങ്കളും സ്വർഗത്തിന്റെ കവാടം തുറന്നു. പക്ഷേ ഒരാൾക്ക് ആ സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെടൂല. അവനെത്ര വലിയ നോമ്പുകാരനാവട്ടെ, അവനെത്ര വലിയ നിസ്കാരക്കാരനാവട്ടെ, അവൻ എത്ര വലിയ ദാക്കിറാവട്ടെ. എന്തുകൊണ്ടെന്നറിയുമോ? ഇല്ലാ റജുലുൻ കാനത്ത് ബൈനഹു വ ബൈന അഖീ, അവന്റെ സഹോദരന്റെ ഇടയിൽ അവന് പിണക്കമുണ്ട്, അവന് തർക്കമുണ്ട്, അവന് വൈരാഗ്യമുണ്ട്, അവന് വിദ്വേഷമുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് പിണങ്ങി നിൽക്കുന്നവന് സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെടൂല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവര്, അതല്ലേ കവി നമ്മെ പഠിപ്പിച്ചത്? കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാമൃത. നമ്മളാരോ, ഞാൻ എൻ്റെ ഉമ്മയുടെ പള്ളയിൽ നിന്ന് വന്നു, നിങ്ങൾ നിങ്ങളുടെ ഉമ്മയുടെ പള്ളയിൽ നിന്ന് വന്നു. പിന്നെ എന്തിനാണ് ഈ വക്കാണങ്ങള്? പിന്നെ എന്തിനാണ് ഈ പ്രശ്നങ്ങള്? ഇനി ഒരു ഹദീസ് നിങ്ങൾ ശ്രദ്ധിക്കണേ. അള്ളാന്റെ റസൂല് പറഞ്ഞ ഹദീസാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ബന്ധങ്ങളെ കുറിച്ച് പറയാനുണ്ട്, അയൽവാസികളെ കുറിച്ച് പറയാനുണ്ട്. അതിനൊന്നും ഇപ്പോൾ സമയമില്ലാത്ത കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുകയല്ല. അള്ളാന്റെ റസൂല് പറയാണ്, ഇത് കേൾക്കേണ്ട ഹദീസാണ് മുഅ്മിനെ. ലാ തുദ്ഹിരി ശമാതത ലഅഖീക, നിന്റെ സഹോദരന് പ്രയാസം വന്നതിന്റെ പേരിൽ നീ സന്തോഷിക്കാൻ പാടില്ല. നിന്റെ നാട്ടിലെ മഹല്ലിലെ ഒരാളെ കച്ചവടം നഷ്ടത്തിലായാൽ നിന്റെ മനസ്സുകൊണ്ടെങ്ങാനും നീ സന്തോഷിച്ചാൽ, ഒരു മനുഷ്യന്റെ വാഹനം അപകടത്തിൽ പെട്ടെന്നിരിക്കട്ടെ, നീ എങ്ങാനും സന്തോഷിച്ചാൽ, നിന്റെ പ്രിയപ്പെട്ടവര് ഈ മഹല്ലിലെ ഒരാളുടെ മകൻ മരിച്ചെന്നിരിക്കട്ടെ, മകള് മരിച്ചെന്നിരിക്കട്ടെ, നീ എങ്ങാനും സന്തോഷിച്ചു കഴിഞ്ഞാൽ നിന്റെ സഹോദരന്റെ ദുഃഖത്തിന്റെ പേരിൽ നീ സന്തോഷം പ്രകടിപ്പിക്കരുത്. അവന്റെ ദുഃഖത്തിൽ അവന്റെ ദുഃഖത്തിന്റെ കൂടെ നിൽക്കണോ, അവന് സന്തോഷമുണ്ടാകുമ്പോൾ സന്തോഷിക്കണോ. ഈ മഹല്ലിലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് ഒരു നേരത്തെ വിശപ്പിന്റെ, ഒരു നേരത്തെ വിശപ്പടക്കാനുള്ള വകയില്ലാത്തവന്, നയാ പൈസ പോലും ഇല്ലാത്തവന്, അള്ളാഹു ഒരാളെ ഉയർത്താൻ വിചാരിച്ചാൽ ഒരാൾക്ക് തട്ടാൻ പറ്റൂലല്ലോ. ഇന്ന് ഇതാ കുടിലില്ലാത്തവന് നാളെ കുടിലുണ്ടാകാം. ഇന്ന് നടന്നിട്ട് പോയവൻ നാളെ ചീറിപ്പായുന്ന വാഹനത്തിലൂടെ അവൻ സഞ്ചരിച്ചേക്കാ. എന്റെ പ്രിയപ്പെട്ടവര്, അങ്ങനെ ഒരാൾക്ക് വാഹനമുണ്ടായാൽ നിങ്ങൾ സന്തോഷിച്ചു. എന്റെ പ്രിയപ്പെട്ടവര്, ഒരാൾക്ക് നല്ല ജോലി കിട്ടിയാൽ നിങ്ങൾ സന്തോഷിച്ചു. പക്ഷേ നിങ്ങൾ അങ്ങനെ സന്തോഷിച്ചാൽ അത് മുഅ്മിനിന്റെ അടയാളമാണ്. പക്ഷേ നിങ്ങളുടെ നാട്ടിൽ ഒരാൾ വലിയൊരു കച്ചവടക്കാരൻ, അവന്റെ കച്ചവടമെല്ലാം തകർന്നു പോയെന്നിരിക്കട്ടെ, അവന് നീയുമായിട്ട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടെന്നിരിക്കട്ടെ, എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നിരിക്കട്ടെ, അതിന്റെ പേരിലെങ്ങാനും നീ സന്തോഷിച്ചു കഴിഞ്ഞാൽ അള്ളാന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയോ മക്കള്? ആ പ്രയാസപ്പെടുന്നവന് അല്ല കരുണ ചെയ്യുന്നതാ. അല്ലാഹു തആല അവന് കാരുണ്യത്തിന്റെ കവാടം തുറന്നു കൊടുക്കുമ്പോ അല്ല നിന്നെ പരീക്ഷിക്കും കേട്ടോ. ഒരു മഹല്ലത്തിൽ ഒരാൾക്ക് പ്രയാസം കടന്നു വന്നാൽ, ഒരു രോഗം കടന്നു വന്നാൽ, അവൻ കടക്കാരനായാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അവന് ബുദ്ധിമുട്ടുകൾ കടന്നു വന്നാൽ, അതിന്റെ പേരിലെങ്ങാനും നീ സന്തോഷിച്ചു കഴിഞ്ഞാൽ അള്ളാന്റെ റസൂല് പറയാണ്, അല്ല നിന്നെ പരീക്ഷിക്കുന്നതാണ്. അല്ല നിന്നെ രോഗം തന്നിട്ട് പരീക്ഷിക്കൂ, നിന്റെ വീടെടുത്ത് മാറ്റിയിട്ട് പരീക്ഷിക്കൂ, നിന്നെ കിടപ്പിലാക്കിയിട്ട് അല്ലാഹു പരീക്ഷിക്കൂ. അതുകൊണ്ട് ഒരു സഹോദരന്റെ എന്തെങ്കിലും പ്രയാസം കടന്നു വരുമ്പോ അവന് അങ്ങനെ വേണോ, അവൻ അങ്ങനെ ആയിക്കൊള്ളട്ടെ എന്ന് ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത്, അതേ നമ്മൾ സാഹോദര്യ ബന്ധങ്ങൾ
നിങ്ങൾ നിലനിർത്തണേ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയില്ലേ, ഒരൊറ്റ സംഭവം പറഞ്ഞ് ഞാൻ എന്റെ പ്രഭാഷണം നിർത്തുകയാണ്. മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു. ആരാ മുസ്അബ് ഇബ്നു ഉമൈർ എന്നറിയുമോ? കോടീശ്വരനായി ജീവിച്ച മുസ്അബ് ഇബ്നു ഉമൈർ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടപ്പെട്ട സഹാബിയാ. എത്രയോ പണങ്ങൾ ഉണ്ടായിരുന്നു, എത്രയോ കോടികൾ ഉണ്ടായിരുന്നു. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി എല്ലാം കൊടുത്ത മുസ്അബ് ഇബ്നു ഉമൈർ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പല്ല് കൊടുക്കാൻ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി എല്ല് കൊടുക്കാൻ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി മജ്ജ കൊടുക്കാൻ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി മാംസം കൊടുക്കാൻ തയ്യാറായ സഹാബാക്കളാണല്ലോ. ഓരോ മണിക്കൂർ കഴിയുമ്പോൾ കുപ്പായം മാറ്റുകയാ. അല്ലാഹു സാമ്പത്തികമായി ഒരുപാട് കൊടുത്തു. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി എല്ലാം ചെലവഴിച്ച മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഈ ലോകത്തോട് വിട പറയുമ്പോൾ മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു ഈ ലോകത്തോട് വിട പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവര്, ഹദീസിൽ കാണാൻ കഴിയുന്നത് എന്തെന്നറിയുമോ? ഒരു കഫംപുട പോലും മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന് പരിപൂർണമായിട്ടുണ്ടായിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവര്, ഇന്ന് സ്ക്വയർ ഫീറ്റുകളുടെ പേരിൽ നമ്മൾ മത്സരിക്കുന്ന കാലമാ, വാഹനത്തിന്റെ പേരിൽ നമ്മൾ മത്സരിക്കുന്ന കാലമാ, വീടിന്റെ പേരിൽ നമ്മൾ മത്സരിക്കുന്ന കാലമാണ്. അതേ, ഒരു കഫംപുട പോലും ഉണ്ടായിട്ടില്ല. തല മറയുമ്പോൾ കാല് മറയുന്നില്ല, കാല് മറയുമ്പോൾ തല മറയുന്നില്ല. അവസാനം മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാൽഭാഗത്ത് പ്രിയപ്പെട്ടവരെ പുല്ലുകൊണ്ട് വന്നിട്ടാണ്, അതേ മൂടിയിട്ട് കഫന് പകരോ പുല്ലുകൊണ്ട് വന്നിട്ടാണ് മറച്ചതെങ്കിൽ അല്ലാഹു നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളാ ചെയ്തു തന്നിട്ടുള്ളത്. എന്നിട്ടെല്ലാം നമ്മൾ മതിമറന്നു പോവുകയോ, മതിമറന്നു പോവുകയോ. ഈ ദുന്യാവിന്റെ ആലസ്യത്തില്, ഈ ദുന്യാവിന്റെ പളപ്പളപ്പില്, ഈ ദുന്യാവിന്റെ ആഡംബരത്തില് അല്ലാഹനെ മറക്കല്ലേ, പ്രവാചകനെ മറക്കല്ലേ, അല്ലാഹന്റെ ദീനിനെ മറക്കല്ലേ. എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് സ്നേഹത്തോട് കരുണയോടെ ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ നമുക്ക് റബ്ബിന്റെ അടുക്കൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയോ? നമ്മൾ മുഅ്മിനായിട്ട് മരിക്കണേ, നമ്മൾ മുഅ്മിനായിട്ട് മരിക്കണേ. എന്റെ പ്രിയപ്പെട്ടവര്, പിണക്കങ്ങളും വക്കാണങ്ങളും പ്രശ്നങ്ങളും കുഴപ്പങ്ങളുമായി അതേ മനസ്സ് ക്ലിയർ ഇല്ലാതെ, മനസ്സ് വിശാലമാക്കാതെ സങ്കുചിതമായ മനസ്സിന്റെ ഉടമയായി ജീവിച്ചാൽ പടച്ചവന് വെറുതെ വിടില്ല, എന്നെ വിടില്ല, നിങ്ങളെ വിടില്ല. അതുകൊണ്ട് മനസ്സിന്റെ അകത്ത് കടന്നു വരേണ്ടത്, അല്ലാഹുവേ എപ്പോഴാ എന്റെ മരണമെന്നറിയില്ല, എവിടെ വെച്ചായാലും റബ്ബേ നിന്റെ തൃപ്തിയോടെ എനിക്ക് മരിക്കാൻ കഴിയണമെന്ന ചിന്തയാണ് കടന്നു വരേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട ഒരു സ്ത്രീയുടെ ഭാഗത്ത് ബക്കറ്റ് കൊടുത്തയച്ചിട്ടുണ്ട്. നല്ല മനസ്സോടുകൂടെ നിങ്ങൾ സംഭാവന ചെയ്യുക. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ദുആ ചെയ്യും. അള്ളാഹു കരുണ ചെയ്യട്ടെ, കരുണയുള്ളവരിൽ അള്ളാഹു നമ്മെ പെടുത്തട്ടെ. ഒന്ന് ആമീൻ പറയണേ. അള്ളാഹു നമ്മെ റാഹത്തിലാക്കട്ടെ. അതുകൊണ്ട് ഏത് സമയത്തും മരണം സംഭവിക്കാൻ നമുക്ക് ആർക്കും ഒരു ഉറപ്പില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദുന്യാവിൽ നിന്ന് വിട പറയുമ്പോൾ ഭൂമി ഇഷ്ടപ്പെട്ടവരാകണം, ആകാശം ഇഷ്ടപ്പെട്ടവരാകണം, പർവ്വതം ഇഷ്ടപ്പെട്ടവരാകണം, എല്ലാ ചരാചരങ്ങളും ഇഷ്ടപ്പെട്ടവരായി മാറി ഭൂമി ഇഷ്ടപ്പെടുന്നവരായി നമ്മൾ മരിച്ചിട്ടില്ലെങ്കിൽ അതേ ഭൂമിൻ്റെ അകത്തിരുന്ന് നമ്മളെ പുറന്തള്ളപ്പെടും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ജീവിതം കുറച്ചേയുള്ളൂ. ഉള്ള കാലത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നന്മകൾ ചെയ്ത് പരസ്പരം ബന്ധത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. കാരണം സയ്യിദ് അവറുകളുടെ ഇരുത്തിയിട്ട് കുറെ നീട്ടാന്ന് പറഞ്ഞാൽ ഞാൻ അതൊരു അധബുകേടായി മാറുമെന്ന് എനിക്കറിയാം. ഒരു സയ്യിദന്മാരെയും ഇരുത്തിയിട്ട് പ്രിയപ്പെട്ട ഞാനങ്ങനെ നീട്ടിക്കൊണ്ടു പോകാറില്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരവസരത്തിൽ സംസാരിക്കാം. അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കേണ്ടത്, എല്ലാ വൈരാഗ്യങ്ങളും അസൂയൊക്കെ മാറ്റിയിട്ട് പരിശുദ്ധമായ റമദാനാണ് വരാൻ പോകുന്നത്. റമദാൻ വരുമ്പോഴേക്ക് നീലാകാശത്തിൻ്റെ മാറിടത്തിൽ പുഞ്ചിരിക്കുന്ന അമ്പിളി അമ്മാവൻ പരിശുദ്ധമായ റമദാനിൻ്റെ ചന്ദ്രിക പ്രത്യക്ഷപ്പെടുന്ന സമയത്ത്, നിലാവെളിച്ചം പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് നല്ല മനസ്സോടുകൂടെ ആ റമദാനിനെ
പ്രവാചകനെ സ്വീകരിച്ചുകൊണ്ട് പകയില്ലാതെ, വിദ്വേഷമില്ലാതെ, വിദ്വേഷത്തിൻ്റെ ധൂമകേതുക്കളില്ലാതെ, ഭൂമിക്ക് ഭാരമില്ലാതെ, രാജ്യത്തിന് ഭാരമില്ലാതെ, സമൂഹത്തിന് ഭാരമല്ലാതെ, അയൽവാസികൾക്ക് ഭാരമില്ലാതെ, മഹലിന് ഭാരമില്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവരായി ജീവിച്ചാൽ അല്ലാഹ് ഇഷ്ടപ്പെടണം, മലക്കുകൾ ഇഷ്ടപ്പെടണം, പ്രവാചകർ ഇഷ്ടപ്പെടണം, സ്വാലിഹീങ്ങൾ ഇഷ്ടപ്പെടണം. അങ്ങനെ അവരുടെയൊക്കെ ഇഷ്ടങ്ങൾ നമുക്കുണ്ടാകണം. അങ്ങനെയായാൽ ഈ ഭൂമി ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ സ്വർഗീയ ആരാമം കണ്ട് പുഞ്ചിരിച്ചു മരിക്കാൻ നമുക്ക് കഴിയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിന് വേണ്ടിയാണ് കഴിഞ്ഞു പോയവരൊക്കെ ദുആ ചെയ്തത്, അള്ളാഹിനോട് ദുആ ചെയ്തത് ഈമാനോടുകൂടെ മരിപ്പിക്കണമെന്ന്. അത് നമ്മൾ ചിന്തിക്കണം. വളരെ ചെറിയ വിഷയങ്ങൾ മതി നമ്മുടെ ഈമാനൊക്കെ നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അല്ലാഹുവേ, ഈ സമൂഹത്തെ നീ ഒറ്റക്കെട്ടാക്കി മാറ്റണേ അല്ലാഹ്, ഐക്യമുള്ളവരാക്കി മാറ്റണേ അല്ലാഹ്. ഈ മഹത്തായ സ്വലാത്തിൻ്റെ ഈ പുണ്യമായ വാർഷികത്തിൽ അല്ലാഹുവേ, പാരസ്പര്യ ബന്ധങ്ങളും സ്നേഹങ്ങളും ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് നമ്മോട് ഭക്തിനിർഭരമായ കൂട്ടപ്രാർത്ഥനയ്ക്ക് ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് തങ്ങൾ നമുക്ക് നേതൃത്വം നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദ് അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തങ്ങളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, നമ്മുടെ മഹല്ലിൽ സ്വലാത്ത് വാർഷികം 4 ദിവസത്തെ പരിപാടിയാണ്. അൽഹംദുലില്ലാ, എന്നാണ് ഇന്ന് നമ്മുടെ സാദാത്തുക്കളും നമ്മുടെ പ്രാസംഗികൻ അഷ്റഫ് ഉസ്താദിൻ്റെ പ്രസംഗവും നിങ്ങൾ കേട്ടിരിക്കുന്ന ഈ സമയത്ത് കൂടുതലായൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അൽഹംദുലില്ലാ, നമ്മുടെ ഈ പള്ളിയുടെ പരിസരത്ത് ഒരുപാട് ആളുകൾ അന്തിയുറങ്ങുന്നുണ്ടെന്ന് നമുക്കെല്ലാം അറിയാം. പരിശുദ്ധമായ ഈ മാസം വലിയ ബറക്കത്തുള്ളൊരു മാസവും കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിൻ്റെ ഹക്ക് ബറക്കത്ത് കൊണ്ട് നമ്മളിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളുടെ ഖബറും സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ പള്ളിയുടെ പണി കുറച്ച് ബാക്കിയുണ്ട്. ഇൻഷാ അല്ലാഹ് അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള തൗഫീക്ക് നമുക്കെല്ലാം അല്ലാഹു നൽകുമാറാകട്ടെ. കഴിയുന്നവർ അതിലേക്ക് നിങ്ങളാൽ കഴിയുന്ന സംഭാവനകൾ നൽകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പള്ളിക്കും മദ്രസക്കും ദർസിനും സഹായിച്ച ആ സഹായം നമുക്കൊരിക്കലും വെറുതെ ആകുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹായിക്കുന്ന സഹായികളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇലാ ഹളറത്തിൻ നബിയ്യിന മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ-ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم.
قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. സ്വലാത്തിൻ്റെ മജ്ലിസാണല്ലോ. ഒരു 3 നാരിയത്ത് സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. ഒരു പുരയിൽ നിന്ന് നമ്മുടെ ഈ മജ്ലിസിലേക്ക് മധുരപലഹാരങ്ങൾ ചക്കരച്ചോറ് കൊടുത്തയച്ചിട്ടുണ്ടെന്നാണ് നമ്മുടെ ഉസ്താദ് അവർ പറഞ്ഞത്. അല്ലാഹു തആല ആ വീട്ടുകാർക്ക് ഖൈറും ബറക്കത്തും അല്ലാഹു നൽകുമാറാകട്ടെ. അവരുടെ കുടുംബത്തിന് മരണപ്പെട്ടു പോയവർക്ക് അതിൻ്റെ മിഥ്ല സവാബിന് അല്ലാഹു തആല കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളുടെ ഖബറും സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാവരും ആത്മാർത്ഥമായി ആമീൻ പറയുക. അല്ലാഹു തആല നമ്മുടെ ദുആക്ക് ഇജാബത്ത് നൽകുമാറാകട്ടെ. الحمدلله 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 رب العالمين حمدا يوافي نعما يكافئ مزيده. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. صلاة ترضيك وترضيه وترضى بها يا أرحم الراحمين. صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم ووليك العظيم أن تكفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتعسي الأرزاق وتشفي الأسقام وتعافي الآلام وأن تدفع عنا وعن أهل بلدنا ومقامنا هذا السم الناقي والداء القامي والوباء القاتي إنك مجيب سامع. وأن تصرف عنا الطاعون والبلاء وأن تعصمنا من إنزال كهرك والوباء واحتجبنا بنورك من شر عدونا وشر الملؤون ومن شر الوباء والطاعون. اللهم لا تؤاخذنا بسوء أفعالنا ولا تهلكنا بخطايانا. اللهم إنا نسألك أن تعيذنا من عذاب القبر
وتؤمننا من الفزع الأكبر وتنجينا عن دار البوار وتسكننا الفردوس من دار القرار بحق سيدنا محمد صلى الله عليه وسلم وآله الأبرار وإلى حضرات جميع الأنبياء والأولياء والعلماء والشهداء والزهاد كلهم أجمعين وإلى حضرة شيخنا شيخ المشايخ والمغارب قطب الأقطاب الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز وإلى حضرة شيخنا سلطان العارفين الشيخ أحمد الكبير الرفاعي قدس الله سره العزيز وإلى حضرة شيخنا سلطان الهند غريب نواز قدس الله سره العزيز وإلى حضرة شيخنا السيد قطب الدين بختيار الكاكي الدهلوي قدس الله سره العزيز وإلى حضرة شيخنا السيد محمد الشريف المدني قدس الله سره العزيز وإلى حضرة شيخنا السيد مالك بن دينار القرشي رضي الله عنهم وإلى حضرة شيخنا السيد صوفي الشهيد قدس الله سره العزيز وإلى حضرة شيخنا السيد حسن سقاف الحضرمي قدس الله سره العزيز وإلى حضرة شيخنا تاج العلماء السيد عبد الرحمن البخاري قدس الله سره العزيز وإلى حضرة شيخنا زين المحققين السيد طاهر الأهدل قدس الله سره العزيز وإلى حضرة شيخنا سيدنا السيد عمر الفاروق البخاري قدس الله سره العزيز وإلى حضرة شيخنا نور العلماء قدس الله سره العزيز وإلى حضرة شيخنا شمس العلماء قدس الله سره العزيز وإلى حضرات من دفن في حول هذا المسجد خاصة وإلى أرواح جميع المؤمنين عامة إنك على كل شيء قدير اللهم آنس وحشتهم ومن روعتهم ونفس قربتهم ونفر محلتهم ورفع درجتهم وكلنا ولهم وليا وبنا وبهن حفيا أرحم الراحمين يا الملك الجبار يا راج السيدة يا رحمن ഈ പാതിരാ സമയത്ത് നിന്നിലേക്ക് ഉയർത്തിപ്പിടിച്ച കൈ നീ ഖായിബാക്കല്ല റഹ്മാനെ. ഇൽമ പറഞ്ഞ മജ്ലിസാണ് റഹ്മാനെ, മഹാന്മാരുടെ മദ്ഹ് പറഞ്ഞ മജ്ലിസാണ് റഹ്മാനെ, സ്വഹാബത്തിൻ്റെ മജ്ലിസാണ് റഹ്മാനെ. അല്ലാഹുവേ, അവരൊക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദീനും ദുനിയാവും ആഖിറും നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ, നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങൾ സാധുക്കളാണ് റഹ്മാനെ, പാവികളാണ് റഹ്മാനെ, അമല് ചുരുങ്ങിയവരാണ് റഹ്മാനെ, ഇൽമ കുറഞ്ഞവരാണ് റഹ്മാനെ. എങ്കിലും നിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ മജ്ലിസ് സംഘടിപ്പിച്ച് സ്വലാത്ത് ചൊല്ലിയവരാണ് റഹ്മാനെ. ഞങ്ങളെ മജ്ലിസ് നീ കബൂലാക്കണം അല്ലാ, നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ഇതിൻ്റെ കാരണം കൊണ്ട് നാളെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനുള്ള ഒരു വഴിയാക്കി തരണം റഹ്മാനെ. അർഹമുർറാഹിമീനായ റബ്ബേ, ഞങ്ങളെ മാതാപിതാക്കൾ ഈ പള്ളിക്ക് വേണ്ടി ഒരുപാട് ആളുകൾ സംഭാവന നൽകിയവർ പലരും 6 അടി മണ്ണിലാണ് റഹ്മാനെ. അവരെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ, നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. നാളെ ഞങ്ങളും 6 അടി മണ്ണിൽ കിടക്കേണ്ടവരാണ് റഹ്മാനെ. ഞങ്ങളുടെ ഖബറും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുടെ ഖബറും നീ സ്വർഗത്തോപ്പാക്കണം റഹ്മാനെ, നീ സ്വർഗത്തോപ്പാക്കണം റഹ്മാനെ. നിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെയും ബന്ധപ്പെട്ടവരെയും നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണം റഹ്മാനെ, ആലിമീങ്ങളാക്കണം റഹ്മാനെ. ദീനിനും കുടുംബത്തിനും സമൂഹത്തിനും ഉപകാരമുള്ള മക്കളാക്കണം റഹ്മാനെ. ഈ നാട്ടിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവരെ ഖബർ നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ബറക്കത്തുകൊണ്ട് എന്തെങ്കിലും ഞങ്ങളിൽ നിന്ന് പോരായ്മകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നീ മാഫ് നൽകണം റഹ്മാനെ, നീ മാഫ് നൽകണം റഹ്മാനെ. നിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം ബഹുമാനിക്കാനും ആദരിക്കാനും
ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഞങ്ങൾക്ക് എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടെന്നറിയില്ല, ആദരിക്കേണ്ടെന്നറിയില്ല റബ്ബേ. അവർക്ക് അർഹിക്കുന്ന നിലക്കുള്ള ബഹുമാനങ്ങൾ വകവെച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. നീ തൗഫീഖ് നൽകണം റഹ്മാനെ. പ്രസംഗിച്ച ഉസ്താദ് അവർക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണം റഹ്മാനെ. ഒരുപാട് കാലം ഇൽമു പറയാനും പറഞ്ഞു കൊടുക്കാനും നമ്മൾക്കനുസരിക്കാനും നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഇവിടെ ഉസ്താദന്മാർ, ഖതീബുമാർ, സദർമാരെല്ലാം ഉണ്ട്. എല്ലാവർക്കും നീ ദീർഘായുസ് നൽകണം റഹ്മാനെ. ദീർഘായുസ് നൽകണം റഹ്മാനെ. അവരുടെ ഇൽമിലും ആയുസ്സിലും നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. ഇവിടെയുള്ള ചെറുപ്പക്കാർ ഇത് സംഘടിപ്പിക്കാൻ വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്ത മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവർക്കും നീ ഖൈർ നൽകണം റഹ്മാനെ. ബറക്കത്ത് നൽകണം റഹ്മാനെ. ഈ നാട്ടിൽ നിന്ന് വിദേശത്ത് പോയി അധ്വാനിക്കുന്ന മുഴുവൻ ആളുകൾക്കും നീ ഖൈർ നൽകണം റഹ്മാനെ. ബറക്കത്ത് നൽകണം റഹ്മാനെ. കൃഷിയിലും വീട്ടിലും മക്കളിലുമെല്ലാം നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. اللهم اجعل جمنا هذا جما مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. ഇൻഷാ അല്ലാഹ് എല്ലാ ആളുകളും തങ്ങളെ ഒന്ന് മുസാഫത്ത് ചെയ്യാൻ വേണ്ടി വരിക. صلى الله على محمد صلى الله عليه وسلم. 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 اللهم صل على محمد يا رب صل عليه وسلم.
ഇൻഷാ അല്ലാ 19/2/2025 ഉദ്ഘാടനം സയ്യിദ് KS അലി തങ്ങൾ കുമ്പോൾ, മുഖ്യപ്രഭാഷണം റാഷിദ് ബുഖാരി ഇരിങ്ങന്നൂർ. ഇൻഷാ അല്ലാ എല്ലാ ആളുകളും പ്രസ്തുത പരിപാടിയിലേക്ക് കൃത്യസമയത്ത് എത്തണമെന്ന് വളരെ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാ ഇന്നത്തെ ഈ പരിപാടിക്ക് സംബന്ധിച്ച പ്രത്യേകിച്ച് ഉദ്ഘാടനം ചെയ്ത ഷറഫുദ്ദീൻ തങ്ങൾ, ദ്വാ നേതൃത്വം നൽകിയ അസീസ് തങ്ങൾ, അതേപോലെ തന്നെ പ്രൗഢഗംഭീരമായ പ്രഭാഷണം നടത്തിയ അസീസ് അഷ്റഫി ഉസ്താദ്, എല്ലാ ആളുകളും, അതേപോലെ തന്നെ മഹല്ല് ഭാരവാഹികൾ, ഇവിടെ വന്ന ഉമ്മമാർ, നാട്ടുകാർ, എല്ലാ ആളുകൾക്കും നന്ദി അറിയിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ ആളുകളെയും